എല്ലാവർക്കും നമസ്കാരം. അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായിട്ടുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ KASൻ്റെ പൊളിറ്റിയുടെ ആദ്യ ഭാഗം ആദ്യ ക്ലാസ്സിലേക്ക് നമ്മളിന്ന് കടക്കുകയാണ്. നിങ്ങൾ സിലബസുമായിട്ട് പരിചിതമായിരിക്കും. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു KASൽ എന്തെല്ലാമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ബേസിക്കലി എന്തെല്ലാമാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ആദ്യത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കുന്നത്. അതിൻ്റെ ഒരു ക്രോണോളജി കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് നോക്കുക. ഇനി എന്തുകൊണ്ട് പൊളിറ്റിയിൽ തന്നെ നമ്മൾ ആരംഭിക്കുന്നു എന്നതാണ് അടുത്ത ഒരു ചോദ്യം. കഴിഞ്ഞ KASൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളൊന്ന് നോക്കുക. ആ സമയത്ത് കട്ട് ഓഫിൻ്റെ ഏതാണ്ട് പകുതിയുടെ അടുത്ത് മാർക്ക് എന്ന് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സിവിക്സ്, അഡ്മിനിസ്ട്രേഷൻ എന്നീ ഭാഗങ്ങളിൽ നിന്ന് വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആ ഭാഗത്തെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന്, മനസ്സിലാക്കുന്ന ഭാഗങ്ങളിൽ നിന്നാണ് കട്ട് ഓഫിന് ഏതാണ്ട് പകുതി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പകുതി എന്നല്ല പറയുന്നത്, പകുതിയിൽ കുറച്ച് താഴെ എന്നാൽ പകുതിയുടെ അടുത്തേക്ക് എത്തുന്ന രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം ടഫായിട്ടുള്ളൊരു എക്സാമിൽ കട്ട് ഓഫിൻ്റെ ഏതാണ്ട് ഒരു 40% മാർക്ക് കഴിഞ്ഞ തവണ വന്നു എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ടാണ് പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തവണ കഴിഞ്ഞ തവണത്തെ എക്സാം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ തവണ കുറച്ചുകൂടി സ്റ്റാൻഡേർഡിൽ, കുറച്ചുകൂടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊളിറ്റി നമുക്ക് വളരെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാം. നമ്മളുടെ പൊളിറ്റിയുടെ ക്ലാസ്സുകൾ കോഴ്സിൽ നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ഇതിനു മുമ്പുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് ഒരു സൂചന തന്നിരുന്നു. കുറച്ച് ക്ലാസ്സുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്ലാസ്സുകൾ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ PSC മോഡലിലുള്ള ഒരു UPSC തലത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അറേഞ്ച് ചെയ്ത് കുറച്ച് ചോദ്യങ്ങളിലൂടെ നമ്മൾ പഠിച്ച ഒരു 4-5 ക്ലാസ് മുഴുവനായി കവർ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഒരു 5-ാമത്തെയോ 6-ാമത്തെയോ ക്ലാസ് നിങ്ങൾക്കായിട്ട് വരുന്നത്. സോ ദാറ്റ് അതുവരെയുള്ള ക്വസ്റ്റ്യൻസിൽ, അതുവരെയുള്ള സിലബസിൽ നമ്മൾ പഠിച്ച ഭാഗങ്ങളെ എങ്ങനെ ചോദ്യങ്ങളായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാമെന്നും ആ ചോദ്യങ്ങൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്യാമെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്ന രീതിയിലായിരിക്കും ഈ ഒരു കുറച്ച് ക്ലാസ്സുകൾക്ക് ശേഷം അതൊരു ലോജിക്കലായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ ആ ക്ലാസ്, ഈ ഒരു ഡിസ്കഷൻ ക്ലാസ് നമ്മൾ ചേർക്കുന്നതായിരിക്കും. സോ ഈ രീതിയിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസിനെ ഫേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും നമ്മൾ പൊളിറ്റി പഠിച്ച് പോകാനായിട്ട് പോകുന്നത്. ഇത്രയും ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് പഠിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം, മനസ്സിലാക്കാം. സോ ആദ്യ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനായിട്ട് പോവുകയാണ്. ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അക്കാഡമിക്സിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഈ പുതിയ കോഴ്സ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ സിലബസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ സിലബസിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ആ ഒരു സമയത്ത് നമ്മൾ ഇന്ത്യൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു എണ്ണ കൂടുതൽ, ക്വാണ്ടിറ്റിയുടെ കൂടുതൽ നമ്മൾ പ്രത്യേകം ആ സമയത്ത് പരാമർശിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഒരു ഏതാണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ പ്രിലിമിനറി എക്സാം അപ്പിയർ ചെയ്യുകയും അതിൽ നിന്ന് ഏതാണ്ട് 2000-3000 ഇടയിലേക്ക് മാത്രം എണ്ണം ചുരുക്കുകയും ചെയ്തൊരു എക്സാം ആയിരുന്നു KASൻ്റെ പ്രിലിമിനറി എക്സാം. നിങ്ങളിൽ പലരും അത് ആലോചിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു ഞാൻ. അതിൻ്റെ സ്റ്റാൻഡേർഡും നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഇന്ത്യൻ പൊളിറ്റി എന്ന ഈ ഒരു ഭാഗം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽഡായി കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഈ ഭാഗത്ത് നമ്മൾ നടത്താൻ പോകുന്നത്. കൃത്യമായിട്ട് ഓരോ ക്ലാസ്സുകളും എന്ത് ചെയ്യുക, കൃത്യമായി അറ്റൻഡ് ചെയ്യുക. അവയിൽ ഉള്ള നോട്ട്സ് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഈ പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ചെടുക്കാം, കൃത്യമായി മനസ്സിലാക്കാം. മാതൃകാ ചോദ്യങ്ങളിലൂടെ നമുക്ക് പോകാം. എന്നിട്ട് എക്സാമിൻ്റെ സമയമാകുമ്പോഴേക്കും ഏറ്റവും കൃത്യമായിട്ട് തന്നെ പൊളിറ്റിയുടെ എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ, ശരിയാക്കാൻ സാധിക്കുന്ന വിധത്തിൽ നമുക്ക് പഠിച്ച് റെഡി ആയിരിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ കൃത്യമായിട്ട് ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഈ ഒരു അധ്യായം നമുക്ക് ഇവിടെ ആരംഭിക്കാം. നിങ്ങൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ എന്താണിത്, ഈ ചിത്രം എന്തിൻ്റേതാണെന്ന് നിങ്ങളിൽ പലരും ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എന്താണത്? പ്രിയാമ്പിൾ അല്ലേ? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും തുടക്കത്തിൽ തന്നെ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ് ഇത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സാലിയൻ ഫീച്ചേഴ്സിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ നമ്മൾ ആദ്യം പഠിക്കും.
അപ്പോൾ നമ്മൾ പ്രിയാമ്പിളിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ഒരു അഭിപ്രായമാണ്. നിങ്ങൾ ഇന്ത്യൻ പൊളിറ്റി പഠിക്കുന്നതിൻ്റെ ആ ഒരു തുടക്കം ഇപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ തുടക്കമാവുകയാണല്ലോ. നിങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, ഈ പ്രിയാമ്പിളിലെ പ്രധാനപ്പെട്ട വാക്കുകളും മറ്റും എന്ത് ചെയ്യുക, പല തവണ വായിച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു അന്തസത്ത നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും. രണ്ടാമത്തെ കാര്യം, പരീക്ഷ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രിയാമ്പിൾ റിലേറ്റഡ് ആയിട്ട് പല ചോദ്യങ്ങളും വരാറുണ്ട്. ചില ഒരു ചോദ്യം എന്തുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ജനങ്ങൾക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരം, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അതിൻ്റെ അധികാരം എടുക്കുന്നത് എന്നുള്ള അർത്ഥമാക്കുന്ന ഒരു റെഫറൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് എന്ന രീതിയിലൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് എവിടെയാണ് നോക്കൂ, ഇത് വായിച്ച ഒരാളാണ് എന്നുണ്ടെങ്കിൽ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അല്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഈ പ്രിയാമ്പിളിൽ ഈ ഭരണഘടനയുടെ ആമുഖത്തിൽ, അല്ലെങ്കിൽ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ്, ഭരണഘടനയുടെ ഹോറോസ്കോപ്പ്, ജാതകം എന്നെല്ലാം പേരിലെല്ലാം അറിയപ്പെടുന്ന ഈ ഒരു പ്രിയാമ്പിൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനങ്ങളാണ് ഇതിൻ്റെ അധികാരികൾ എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പല ക്ലാസ്സുകളിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ചില പോയിന്റുകൾ കാണാതെ പഠിക്കുക എന്നതിലുപരിയായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നതിലേക്ക് എന്ത് മാറുകയാണ്, പരീക്ഷകൾ മാറുകയാണ്. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവലിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകളുടെ ആധിക്യം. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ പലരും പക്ഷേ അപ്പോഴും പഠനത്തിൻ്റെ രീതി മാറ്റിയിട്ടില്ല എന്ന് ഞാൻ കണ്ടിട്ടുമുണ്ട്. അതായത് എന്താ പറയുക, പഴയ രീതിയിൽ തന്നെ പഠിച്ചു പോരുത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. കൺസെപ്റ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ വായിച്ച് മനസ്സിലാക്കി ശരിയായ ഉത്തരം കണ്ടെത്താൻ ശീലിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്ത്യൻ പൊളിറ്റി പഠനം ഇവിടെ ആരംഭിക്കാം. ഓക്കെ ആണല്ലോ? ശരി, നമ്മൾ ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഈ വലിയൊരു ഭാഗത്തിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, പല ഭാഗങ്ങളായിട്ട് സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് എന്നുള്ളൊരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യം എടുക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കിൽ വരിക എന്നുള്ള കാര്യം ആദ്യം പറയാം. അതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്തെല്ലാമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട സേലിയൻ ഫീച്ചേഴ്സ് എന്നുള്ളതും അതിനെ ഡിഫൈൻ ചെയ്യുന്ന ഘടകങ്ങളുമാണ്. നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്, ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് നമ്മൾ അറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെടുന്നതിലേക്ക് വന്നത്, അതിനു മുൻപ് ആ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കാരണമായിട്ടുള്ള പ്രധാനപ്പെട്ട ആക്ടുകളും മറ്റും ഏതാണ്, എസ്പെഷ്യലി ഏത് സമയത്തായിരിക്കും, ബ്രിട്ടീഷ് ഭരണകാലത്തുണ്ടായ പല ആക്ടുകളും ഏതെല്ലാമാണെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. ശേഷം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മേക്കിംഗ് എങ്ങനെയായിരുന്നു, അതെന്തായിരിക്കും, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, അല്ലേ? കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എങ്ങനെ രൂപീകരിച്ചു, അവ എങ്ങനെയാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഉണ്ടാക്കിയെടുത്തത് എന്നത് നമ്മൾ എവിടെ കാണും, ഈ മേക്കിങ്ങിൻ്റെ എവിടെയായിട്ട് കാണും. ശേഷം ചില ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ട്, ആർട്ടിക്കിളുകളാവട്ടെ ഷെഡ്യൂളുകളാവട്ടെ, നമ്മളുടെ ഭരണഘടന എന്താ പറയുക, മറ്റ് ഭരണഘടനകളിൽ നിന്ന് സ്വീകരിച്ച ചില കാര്യങ്ങളാകട്ടെ, അതുപോലെ തന്നെ ആ ഭരണഘടനയുടെ ചില പ്രത്യേകതകൾ, അതിൻ്റെ എന്താ പറയുക ബൾക്കി നേച്ചർ, അതിൻ്റെ നീളം, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത്, അതിൻ്റെ എന്താ പറയുക അമെൻഡബിലിറ്റി, ഇത്തരത്തിലുള്ള പല ഫീച്ചറുകളുമുണ്ട്. ഇത്തരത്തിലുള്ള ഫീച്ചറുകൾ നമ്മളെവിടെ കാണും, ഈ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്നുള്ള ഭാഗത്ത് കാണും. ഈ ഭാഗത്ത് നിന്ന് ധാരാളം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനുകൾ വരാൻ സാധ്യതയുള്ളൊരു ഭാഗം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഭരണഘടനയിലേക്ക് കടക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രിയാമ്പിളിൽ തുടങ്ങിയിട്ട് നമ്മൾ ഓരോരോ കാര്യങ്ങളായി കാണും. അതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ വരും. നമ്മളുടെ മൗലിക അവകാശങ്ങൾ എന്നറിയപ്പെടുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, അതുപോലെ തന്നെയാണ് നിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എന്ത് കാണും, ഇതിനെ കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാൻ സാധിക്കുമോ, സാധിക്കുമെങ്കിൽ ഏത് രീതിയിൽ, ഇനി അങ്ങനെ അമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരം ഇടപെടലുകളിലൂടെ വന്നിട്ടുള്ള ആശയങ്ങൾ എന്ന രീതിയിൽ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ആശയമായിട്ടുള്ള ബേസിക് സ്ട്രക്ചർ ഡോക്ട്രീൻ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഒരു യാത്രയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പൊളിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ക്ലാസ് എവിടെ നിന്ന് ആരംഭിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്റോറിക് പെർസ്പെക്റ്റീവിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നോക്കൂ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി എന്ന് നമ്മൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹിസ്റ്ററി നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്താണ് കാണേണ്ടത്, നമുക്ക് എപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടാകുന്നത്, 1946 ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടന നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ത് ചെയ്യുന്നത്, നമ്മൾ വിളിച്ചു കൂട്ടുന്നത്. എന്നാൽ ഇതിനു മുൻപ് തന്നെ
ഇതിനു മുൻപ് തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള പല നിയമനിർമ്മാണങ്ങളും നടക്കുന്നുണ്ട് അല്ലേ? കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി എന്താണ്? നമ്മളുടെ രാജ്യം മുന്നോട്ട് പോകുന്നതിനാവശ്യമായ ലെജിസ്ലേഷൻ പാർലമെന്റിൽ നടത്തിയിട്ട് എന്ത് ചെയ്യുകയാണ്? കൃത്യമായിട്ടൊരു ഭരണഘടന ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? ഭരണഘടനാ സമിതിക്ക് നിങ്ങൾക്കറിയാം, നമ്മൾ ഇനി കാണും ഭരണഘടനാ സമിതിയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അതെങ്ങനെയായിരുന്നു? അതൊരു കോൺസ്റ്റിറ്റ്യുവന്റ് ബോഡിയുമായിരുന്നു, ഒരു ലെജിസ്ലേറ്റീവ് ബോഡിയുമായിരുന്നു അല്ലെ? ലെജിസ്ലേഷൻ, നിയമങ്ങൾ, സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കുന്ന ബോഡി എന്ന പ്രവൃത്തി കൂടി ആര് ചെയ്തിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ കാണും. അപ്പോൾ എന്ത് സംഭവിക്കുകയാണ്? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നതിന് 1946 രൂപീകരിക്കുന്നതിനും കുറെ കാലം മുൻപ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ രൂപീകരണത്തിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷന്റെ രൂപീകരണത്തിലേക്കുള്ള യാത്ര നാം തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ യാത്ര നമ്മളുടെ പരിപൂർണ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിക്കൊണ്ടായിരുന്നില്ല. ഈ യാത്രയിൽ നമുക്ക് വേണ്ടി പല തീരുമാനങ്ങളും എടുത്തിരുന്നത് ആരായിരുന്നു? നമ്മൾ ആരുടെ കോളനി ആയിരുന്നോ അവർ തന്നെയായിരുന്നു. അതായത് ബ്രിട്ടീഷുകാരായിരുന്നു അതിലെ പല കാര്യങ്ങളും എന്ത് ചെയ്തിരുന്നത്? തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്ന ഇത്തരം കാര്യങ്ങളെ, ഇത്തരം ഓരോ സ്റ്റെപ്പുകളെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹോൾ ബ്രിട്ടീഷ് എറ ആയിട്ട് കണക്കാക്കാതെ അതിനെ രണ്ട് രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. ഒരു ഭാഗത്ത് വെച്ച് മുറിച്ചിട്ട് നമ്മൾ ഈ ഒരു യാത്രയെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലേക്ക്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നതിലേക്കുള്ള ആ ഹിസ്റ്റോറിക് പെർസ്പെക്റ്റീവിനെ നമ്മൾ രണ്ടായി കാണും. ഒന്നാമത്തേത് ഇവിടെ കച്ചവടത്തിന് വരികയും പിന്നീട് ഇവിടുത്തെ ഭരണം ഉറപ്പിക്കുന്നതിന് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുകയും ചെയ്ത പ്രൈവറ്റ് കമ്പനിയായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു റൂളിൻ്റെ കാലഘട്ടമായിട്ടുള്ള ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഒന്നാം ഭാഗമായിട്ട് കണക്കാക്കുന്നത്. അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റൂള് നിലനിന്നിരുന്ന ഒരു ഭാഗത്തിനെ ഒന്നാം ഭാഗമായും, അതിനുശേഷം എന്ത് സംഭവിക്കും? നമ്മളുടെ സിപായി ലഹള എന്നൊക്കെ പറയപ്പെടുന്ന, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ അറിയപ്പെടുന്ന 1857 വിപ്ലവം നടന്നതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്നും ക്രൗൺ, അതായത് ബ്രിട്ടീഷ് ക്രൗൺ ഡയറക്റ്റ്ലി എന്ത് ചെയ്യുകയാണ്? അധികാരം ഏറ്റെടുക്കുകയും പിന്നീട് ബ്രിട്ടീഷ് പാർലമെന്റ് നേരിട്ട് ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കി നടത്തുകയും ചെയ്യുകയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ. ഈ ഒരു ഘട്ടമാണ് എന്ത്? രണ്ടാം ഘട്ടമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പൊ മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നാം ഘട്ടം ഏതാണ്? ഒന്നാമത്തെ ഘട്ടം ആദ്യത്തെ റെഗുലേഷൻ ആക്ട് വരുന്ന ആ ഒരു വർഷം മുതൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ്? കമ്പനിയുടെ റൂൾ അവസാനിക്കുകയാണ്. അതുവരെയുള്ള കാലഘട്ടമാണ് ഒന്നാം കാലഘട്ടം. ഈ ഒന്നാം കാലഘട്ടത്തിൽ കുറെ നിയമനിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട്. ശേഷം എന്ത് ചെയ്യുകയാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏതാണ്ട് ബ്രിട്ടീഷുകാരെ വിറപ്പിക്കുകയും എന്ത് ചെയ്യുകയാണ്? ഒരു പ്രൈവറ്റ് കമ്പനിക്ക് മാത്രമായിട്ടൊരു രാജ്യം നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് വരികയും ചെയ്യുമ്പോൾ ബ്രിട്ടീഷ് ക്രൗൺ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് അധികാരം ഏറ്റെടുക്കുകയാണ്. ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ വർഷം വരെയുള്ള കാര്യങ്ങളിൽ ആ സമയത്തിനിടയിൽ നടന്ന നിയമനിർമ്മാണങ്ങളാണ് രണ്ടാം ഘട്ടമായി നമ്മൾ കാണുന്നത്. ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഏതാണ്? ഈ കമ്പനി റൂള് നിലനിൽക്കുന്നുണ്ടായിരുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 നടന്ന് 58 ക്രൗണി റൂൾ ഏറ്റെടുക്കുന്നത് വരെ ഉള്ള ആ ഒരു ഭാഗത്ത് നടന്ന പ്രധാനപ്പെട്ട നിയമനിർമ്മാണങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. കൃത്യമായി എന്ത് ചെയ്യുക? ഒപ്പം നിൽക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഇനി അത് ആരംഭിക്കാം. നോക്കൂ, ഒന്നാമത്തെ ഫേസ്, ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലെ ഒന്നാമത്തെ ഫേസ് ആണ് ദ കമ്പനി റൂൾ, കമ്പനിയുടെ ഭരണം. ഓക്കെ ആണല്ലോ? നിങ്ങൾക്കറിയാലോ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് വർഷമാണ് ഉണ്ടാക്കുന്നത്, രൂപീകരിക്കപ്പെടുന്നത്? 1600 എന്ന കാര്യം നിങ്ങൾക്കറിയാം. അപ്പൊ 1600 ഈ ഒരു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കപ്പെടുന്നു. പിന്നീട് എന്താണ്? ജഹാംഗീറിന്റെ കോർട്ടിൽ അവർ വന്നതെല്ലാം നിങ്ങൾക്കറിയാം അല്ലെ? പിന്നീട് എന്ത് ചെയ്യുകയാണ്? പതുക്കെ അവർ നമ്മളുടെ ഇന്ത്യയുടെ ഒരു ലോക്കൽ പൊളിറ്റിക്സിൽ എന്ത് ചെയ്യും? അവർ കൃത്യമായിട്ട് കൈകടത്താൻ തുടങ്ങും. 1787 പ്ലാസി വാറോടുകൂടി അവരെന്താവും? കൃത്യമായി ഇവിടുത്തെ ഒരു ശക്തിയാണെന്ന് തെളിയിക്കും. ശേഷം 64 എന്ത് സംഭവിക്കുകയാണ്? ബോക്സർ യുദ്ധത്തോടു കൂടിയിട്ട് കൃത്യമായിട്ട് എന്ത് മനസ്സിലാക്കുകയാണ്? ബ്രിട്ടീഷുകാരാണ് ഇവിടുത്തെ പുതിയ ശക്തി, പുതിയ റൂളേഴ്സ്, അവരാണ് ഇവിടുത്തെ മാസ്റ്റേഴ്സ് എന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കുകയാണ്. ഇതിനെ തുടർന്ന് 1765 ബോക്സർ വാറിന് ഒരു വർഷത്തിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നടക്കുകയാണ്. ഒരു കച്ചവടക്കാരൻ എന്ന രീതിയിൽ നിന്നും കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ മാറുന്നു എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ദിവാനി, എന്താണ് ദിവാനി, എവിടത്തെയെല്ലാം ദിവാനി റൈറ്റ്സ് ആണ്, ദിവാനിയുടെ അധികാരങ്ങളാണ് കിട്ടുന്നത്. ബംഗാളിലെയും ബീഹാറിലെയും ഒറീസയിലെയും ദിവാനി റൈറ്റ്സ് ആർക്ക് കിട്ടുകയാണ്? കമ്പനിക്ക് കിട്ടുകയാണ്. അതായത്
അതിൻ്റെ അവിടുത്തെ റവന്യൂ പിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവിടുത്തെ സിവിൽ ജസ്റ്റിസ് കാര്യങ്ങൾ നോക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള അധികാരം ആർക്ക് ലഭിക്കുകയാണ്? കമ്പനിക്ക് ലഭിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു? 65 കൂടിയിട്ട് കമ്പനിക്ക് വളരെ വലിയ, അന്നത്തെ ഏറ്റവും അധികം കച്ചവടം നടക്കുന്ന ഭാഗമായിട്ടുള്ള ബീഹാർ, ഒറീസ ആൻഡ് കൽക്കത്തയുടെ ഈ ഒരു റവന്യൂ അധികാരങ്ങൾ കൃത്യമായി കിട്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കമ്പനി എന്ത് ചെയ്യുകയാണ്? ഈ രീതിയിൽ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ഒരു ഭാഗം അടക്കി ഭരിക്കുകയാണ്, അല്ലേ? പക്ഷേ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ടൊന്നും മുന്നോട്ട് നീങ്ങില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുകയാണെന്ന് അറിയാമോ? കമ്പനിയുടെ അവരുടെ ഉദ്യോഗസ്ഥർ അവർ പല പ്രൈവറ്റ് ട്രേഡുകളിലും ഏർപ്പെട്ടിരുന്നു. അതായത് ഈ ഒരു കമ്പനി ട്രേഡിന് പുറമേ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? പ്രൈവറ്റ് ട്രേഡുകളിൽ പലതും ഏർപ്പെടുകയാണ്. ഈ പ്രൈവറ്റ് ട്രേഡുകൾ കമ്പനിയുടെ ചില ആളുകൾക്ക് ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ട് മറ്റ് ദസ്തക് എന്നുള്ള പേരിലും മറ്റും എന്ത് ചെയ്യുന്നുണ്ട്? ചില പ്രത്യേക രീതിയിലുള്ള ചില ടിക്കറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൊടുക്കുന്നുണ്ട് ആ പ്രൈവറ്റ് ട്രേഡുകൾ ചിലത് നടത്താൻ വേണ്ടിയിട്ട്. ഇത്തരം ദസ്തക്കുകളുടെ ദുരുപയോഗമൊക്കെ പലപ്പോഴും നടക്കുകയും ഇവരല്ലാതെ മറ്റുള്ള ആളുകൾക്ക് ഈ ദസ്തക്കുകളും മറ്റും വിറ്റിട്ട് എന്ത് ചെയ്യുകയാണ്? പല രീതിയിലുള്ള ട്രേഡുകളും ഇവരുടെ അനുവാദമില്ലാതെ നടക്കുകയാണ്. അതുപോലെ തന്നെ കൃത്യമായ അല്ലെങ്കിൽ തുടർച്ചയായി യുദ്ധങ്ങളും മറ്റും നടക്കുന്നത് കാരണം തന്നെ നിങ്ങൾക്കറിയാം, ഈ ഭാഗത്ത് ഫ്രഞ്ചുകാരുമായിട്ടുള്ള യുദ്ധങ്ങൾ നടത്തുന്നുണ്ട്, നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള പല പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. ഇത്തരം യുദ്ധങ്ങൾ തീർച്ചയായിട്ടും എന്ത് സംഭവിപ്പിക്കുന്നുണ്ട്? കമ്പനിയുടെ ലാഭത്തിൽ നിന്നും ഒരുപാട് വിഹിതം എന്ത് ചെയ്യുന്നുണ്ട്? ചോർത്തിക്കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കമ്പനി കമ്പനിയുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഈ കമ്പനിയുടെ, അതായത് ഈ പ്രൈവറ്റ് ആയിട്ടുള്ള ഈ കമ്പനിയുടെ അഡ്വേഴ്സറീസ് ആയിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിലുള്ള പല ജനപ്രതിനിധികളും എന്ത് ചെയ്യുകയാണ്? ഈ കമ്പനിയെ ഇങ്ങനെ ഇത്ര ഫ്രീ ആയിട്ട് വിട്ടാൽ ശരിയാവില്ല, എന്ത് ചെയ്യണം? ഒന്ന് റെഗുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് തീരുമാനിക്കുകയാണ്. അതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ വിവിധങ്ങളായിട്ടുള്ള ആക്ടുകൾ ഓരോന്നായിട്ട് വരുന്നത്. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ പല ആക്ടുകളും കാണാതെ പഠിച്ചിട്ടുണ്ടാകും, പക്ഷേ എന്തുകൊണ്ട് ആ ആക്ടുകൾ വന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ കഥ മനസ്സിലാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് എന്ത് ആക്ട് ഉണ്ടാവുകയാണ്? റെഗുലേറ്റിംഗ് ആക്ട് ഉണ്ടാവുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 കൃത്യമായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണത്? ഏറ്റവും ആദ്യത്തെ കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ് എന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? കൃത്യമായി കമ്പനിയെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ആക്ട് വരികയാണ്, ഫസ്റ്റ് കൺട്രോളിംഗ് സ്റ്റെപ്പ്. എന്നാൽ ഈ ആക്ടിൽ പിന്നീട് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒപ്പം. ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് എ ഫസ്റ്റ് സ്റ്റെപ്പ്, അല്ലേ? ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ്. ആരിടപെടുന്നു ഇതിലേക്ക്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെടുന്നു. ആരിടപെടുന്നു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇവിടുത്തെ അഫയേഴ്സ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറക്കുകയാണ് റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഇവിടെ ഇന്ത്യയിൽ ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ഒരു സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, ഒരു ഏകീകൃത ഭരണ വ്യവസ്ഥ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം ഇവിടെ സംഭവിക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് കാണും? ഓരോരോ ആക്ട് കഴിയും തോറും ഇന്ത്യയിൽ അധികാരങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുകയാണ്? കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ഭരണത്തിന് കീഴിൽ, ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലേക്ക് ഇന്ത്യ എന്ന രാജ്യത്തിനെ കൃത്യമായിട്ട് കൊണ്ടുവരുന്ന ആക്ടുകൾ നിങ്ങൾക്ക് ഓരോന്നായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, ഒരു കേന്ദ്രീകൃത ഭരണ വ്യവസ്ഥയുടെ തുടക്കം കൂടി ഇവിടെ കാണാം. നമുക്ക് റെഗുലേറ്റിംഗ് ആക്ടിൽ കാണാം. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം. കാരണം സ്റ്റേറ്റ്മെന്റുകളിൽ എന്തായിരിക്കും? ഡയറക്റ്റ്ലി കാണാതെ പഠിക്കുന്ന ഒരു കാര്യം ആയിരിക്കില്ല ചോദിക്കുക. ഇത്തരത്തിലുള്ള കൺസെപ്റ്റുകൾ ബേസിസിലാണ് പുതിയ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് എന്ന് പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് കേൾക്കുക. ശരി, ഇനി അപ്പോൾ ഫസ്റ്റ് കൺട്രോളിംഗ് സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. ഇനി ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ കീഴിൽ വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളായിരുന്നു ഗവർണർ ഓഫ് ബംഗാളിനെ. ബംഗാൾ ഉണ്ട്, അല്ലെ? മദ്രാസ് ഉണ്ട്, ബോംബെ ഉണ്ട്. ഇതിൽ പ്രൊവിൻസുകൾ ഉണ്ട് അന്ന്, അല്ലെ? പല പല വലിയ പ്രൊവിൻസുകളുണ്ട്, ബ്രിട്ടീഷ് പ്രൊവിൻസസ് ഉണ്ട്. ഇതിനൊക്കെ ഓരോ ഗവർണർമാരും ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ആർക്കുണ്ട്? ബംഗാളിനും ഒരു ഗവർണർ ഉണ്ട്, അല്ലെ? ഈ ഗവർണറെ പക്ഷെ എന്ത് ചെയ്യുകയാണ്? അധികാര സ്ഥാനത്തിലൊന്ന് ഉയർത്തുകയാണ്. എന്നിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റുകയാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റുകയാണ്. ഈ രീതിയിൽ ആദ്യമായിട്ട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി മാറിയ
മാറിയതാരായിരുന്നു? അത് ലോർഡ് വാരൻ ഹെസ്റ്റിങ്സ് ആയിരുന്നു. കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ലോർഡ് വാരൻ ഹെസ്റ്റിങ്സ് ആയിരുന്നു. അപ്പൊ എന്തിനാണ് ഈ ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയത്? ഗവർണർ ഓഫ് ബോംബെ ഉണ്ട്, ഗവർണർ ഓഫ് മദ്രാസ് ഉണ്ട്. പക്ഷെ ഗവർണർ ഓഫ് ബംഗാൾ മാത്രം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ബംഗാളിലെ ഈ ഗവർണർക്ക് കുറച്ച് അധികാരങ്ങൾ അധികം ലഭിച്ചിരിക്കുന്നു. അതായത് അധികാരം ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ കോളനി എന്ത് ചെയ്യാൻ പോവുകയാണ്? പതുക്കെ ഒരു സെൻട്രൽ അതോറിറ്റി വെച്ച് ഭരിക്കാൻ പോവുകയാണ്. അതായത് കച്ചവടക്കാർ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഇനി ഭരണം കൃത്യമായി തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് സംഭവിച്ചു തുടങ്ങുകയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ. അപ്പോൾ ലോർഡ് വാരൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയതിനൊപ്പം അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? സബോർഡിനേഷൻ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസീസ് എന്താക്കപ്പെട്ടു? സബോർഡിനേറ്റ് ചെയ്യപ്പെട്ടു. ആർക്ക്? ഗവർണർ ജനറൽ ഓഫ് ബംഗാളിലേക്ക്. നേരത്തെ എന്തായിരുന്നു? ഈ 3 പ്രസിഡൻസിയിലെയും ആളുകൾ എങ്ങനെയായിരുന്നു? തുല്യ അധികാരങ്ങളുള്ള ആളുകളായിരുന്നു. പക്ഷെ ഇപ്പോൾ ബോംബെയുടെയും മദ്രാസിലെയും ഗവർണർമാർ സബോർഡിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് വേണ്ടിയിട്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ഇതിൽ ഓർത്ത് വെക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. എന്താണ്? സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. കൽക്കട്ടയിൽ എന്തുണ്ടാക്കുകയാണ്? 1774 സ്ഥാപിക്കപ്പെടുന്നത്. 73 ഈ ആക്ട്. തൊട്ടടുത്ത വർഷം 74 സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ട സ്ഥാപിക്കപ്പെടുന്നു. അതായത് കൽക്കത്തയുടെ ആ ഒരു അധികാര കേന്ദ്രത്തിലുള്ള പരിധിയിൽ വരുന്ന രീതിയിലുള്ള ഒരു ഏരിയയിൽ എന്ത് ചെയ്യുകയാണ്? നീതിന്യായ വ്യവസ്ഥ കൃത്യമായി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സുപ്രീം കോർട്ട് ഓഫ് കൽക്കത്ത സ്ഥാപിക്കപ്പെടുകയാണ്. അപ്പോൾ കൽക്കത്തയിൽ സുപ്രീം കോർട്ട് സ്ഥാപിക്കപ്പെട്ട ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഓർത്ത് പറയണം, റെഗുലേറ്റിംഗ് ആക്ട് ആയിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ ആണല്ലോ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ, പ്രൈവറ്റ് ട്രേഡ് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ ആക്ടിൽ എന്ത് പറഞ്ഞു? പ്രൊഹിബിഷൻ. എന്തിനെ? പ്രൈവറ്റ് ട്രേഡ് എന്ത് ചെയ്യുകയാണ്? നിരോധിക്കുകയാണ്. പകരം അവരുടെ സാലറികളെല്ലാം എന്ത് ചെയ്യുകയാണ്? ഉയർത്തുകയാണ്. മനസ്സിലായോ? അതായത് പണത്തിന് വേണ്ടിയാണല്ലോ പ്രൈവറ്റ് ട്രേഡ് നടത്തുന്നതും തൻ്റെ കയ്യിലുള്ള ഈ ഒരു എന്താ പറയുക ഉടമ്പടി മറ്റാളുകൾക്ക് മറച്ചു വിൽക്കുന്നതൊക്കെ. അപ്പോൾ ഒരു പ്രൊഹിബിഷൻ കൊണ്ടുവരികയാണ് പ്രൈവറ്റ് ട്രേഡിൽ. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? അവരുടെ ശമ്പളം ഉയർത്തുന്നതിനുള്ള നടപടികൾ പതുക്കെ ആരംഭിക്കുകയാണ് ആര്? ലോർഡ് വാരൻ ഹെസ്റ്റിങ്സ്. ഇതിൽ ചില കുറവുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇവർക്ക് തോന്നുന്നുണ്ട്. അത്തരം കുറവുകളെ എന്ത് ചെയ്യുകയാണ്? അമെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1781 ഈ റെഗുലേറ്റിംഗ് ആക്ടിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് അമെൻഡ് ചെയ്യുന്ന ചില നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷേ ഈ അമെൻമെന്റിൽ ബേസിക്കലി നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ഗവർണർ ജനറലിന്റെ അധികാരങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അതായത് നമ്മളൊരു സുപ്രീം കോടതി ഇവിടെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞില്ലേ 1774. ഈ സുപ്രീം കോടതിയുടെ പല തീരുമാനങ്ങളും എന്ത് ചെയ്യുകയാണ്? എന്തായിട്ട് വരാം? ഈ ഗവർണർ ജനറലിന്റെയോ മറ്റാളുകളുടെയൊക്കെ തീരുമാനങ്ങൾക്ക് വിഘാതമായിട്ട് വരാം അല്ലെ. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ പ്രധാനമായിട്ടും അമെൻമെന്റിൽ നടത്തിയ കാര്യങ്ങളൊന്നും ഇതാണ്. ഒഫീഷ്യൽ കപ്പാസിറ്റിയിൽ, അതായത് ഔദ്യോഗികമായിട്ട് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ നമ്മളുടെ ഗവർണർ ജനറലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൈകടത്തുന്നതിനും തടയുന്നതിനും ആർക്ക് പറ്റില്ല? സുപ്രീം കോർട്ട് ഓഫ് കൽക്കത്തയ്ക്ക് പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റാണ് ആര് കൊണ്ടുവരുന്നത്? ഈ ഒരു അമെൻമെന്റ് 1781 അമെൻമെന്റ് കൊണ്ടുവരുന്നത് എന്ന് മാത്രം നിങ്ങൾ ആലോചിക്കുക. അതിനൊപ്പം തന്നെ ഈ സുപ്രീം കോടതിയോട് എന്ത് പറയുകയാണ്? ക്രിമിനൽ ലോകളും മറ്റും നോക്കുന്ന സമയത്ത് ഹിന്ദുക്കളെ എന്ത് വെച്ചിട്ട്? ഹിന്ദു ലോ വെച്ച് കൃത്യമായി നോക്കുക. അതുപോലെ തന്നെ മുസ്ലിംസിനെ ഏത് രീതിയിൽ? മുഹമ്മദിയൻ ലോ വെച്ചിട്ട് ആരെ കണക്കാക്കുക? മുസ്ലിങ്ങളെ കണക്കാക്കുക എന്നൊരു രീതി കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? ഈ സുപ്രീം കോടതി എങ്ങനെ ചെയ്യണം? ഇത് കൽക്കത്ത ഏരിയയിൽ മുഴുവൻ അതിന് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഇറ്റ് ഓൾസോ റിക്വയർഡ് വാട്ട് ടു ഡു? പേഴ്സണൽ ലോസ്. എന്താണ്? വ്യക്തി നിയമങ്ങൾ ഏത് വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾ കണക്കാക്കണം. ഡിഫൻഡന്റ് ആരാണ്? ഹിന്ദു ആണ് എന്നുണ്ടെങ്കിൽ ഹിന്ദു ലോസ് വെച്ചിട്ടും, മുസൽമാൻ ആണെങ്കിൽ മുഹമ്മദിയൻ ലോസ് വെച്ചും നിങ്ങൾ എന്ത് ചെയ്യുക? അത് കൃത്യമായിട്ട് അതിന്റെ വിധി പുറപ്പെടുവിക്കുക എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം കൂടി ഈ ഒരു അമെൻമെന്റിൽ കൊടുക്കുകയാണ് എന്ന് കൃത്യമായിട്ട് ആലോചിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും മാറ്റങ്ങൾ ആര് കൊണ്ടുവരുന്നു? ഈ അമെൻമെന്റ് മൂലം കൊണ്ടുവരുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? ആദ്യത്തെ കമ്പനിയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരികയാണ്. ഫസ്റ്റ് കൺട്രോളിംഗ് സ്റ്റെപ്പാണ്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന ഒരു പദവി കൊണ്ടുവരുന്നു. ഗവർണർ ഓഫ് ബംഗാളിനെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കി മാറ്റുന്നു. ലോർഡ് വാരൻ ഹെസ്റ്റിങ്സ്. എന്തിന്റെ സൂചനയാണത്? അധികാരം കേന്ദ്രീകരിക്കപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. കമ്പനി തോന്നിയ രീതിയിൽ ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്യുകയാണ്? അധികാരങ്ങൾ കൃത്യമായി ഡിഫൈൻ ചെയ്യപ്പെടണം എന്നുള്ളൊരു നടപടി വന്നിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുക. ഇതിന്റെ അർത്ഥം എന്താണ്? സബോർഡിനേഷൻ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് സംഭവിക്കുകയാണ്. ശേഷം ഒരു സുപ്രീം കോടതി സ്ഥാപിക്കപ്പെടുന്നു. പ്രൈവറ്റ് ട്രേഡിന്റെ മേൽ എന്ത് വരുന്നു? ചില പ്രൊഹിബിഷൻസ് വരികയാണ്. ഇതിനൊപ്പം തന്നെ എന്ത് പറയുന്നുണ്ട്?
ഇതിന്റെ മുകളിലുള്ള കൺട്രോൾ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കൺട്രോൾ കമ്പനിയുടെ മുകളിൽ കൃത്യമായി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയും. എന്താണ്? കമ്പനിയുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ഒരു ഉന്നതതല ബോഡി ആയിരുന്നു ആര്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണം? ഈ കമ്പനിയുടെ ഒരു ഗവേണിംഗ് ബോഡി എന്നൊക്കെ പറയാം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ. ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യണമായിരുന്നു? റവന്യൂ അല്ലെങ്കിൽ സിവിൽ മിലിറ്ററി അഫയേഴ്സിനെ സംബന്ധിച്ച കണക്കുകളൊക്കെ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് സമർപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടി എന്തിൽ വന്നിട്ടുണ്ടായിരുന്നു? ഈ റെഗുലേറ്റിംഗ് ആക്ടിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് മൊത്തം നടന്ന സ്റ്റെപ്പുകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ബ്രിട്ടീഷ് പാർലമെന്റ് ആരുടെ മുകളിലേക്ക് കറക്റ്റായിട്ട് കയറി തുടങ്ങിയിരിക്കുന്നു? ഈ കൗൺസിൽ ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെ വഴിക്ക് ആരുടെ ഉള്ളിലേക്ക് കയറുകയാണ്? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് വഴിക്ക് ആരുടെ ഉള്ളിലേക്ക് കൈകടത്തുകയാണ്? കമ്പനിയുടെ ഇന്ത്യയിലുള്ള അധികാരത്തിലേക്ക് കൈകടത്തുകയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ അധികാരം കൃത്യമായി കമ്പനിയിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്? ഓരോന്നായിട്ട് എന്ത് ചെയ്യുകയാണ്? ചുരണ്ടിയെടുക്കാനുള്ള സ്റ്റെപ്പുകൾ ആരംഭിക്കുകയാണ്. ഒരു നല്ല അവസരം വരുമ്പോൾ എന്ത് ചെയ്യും? അവസാനം കമ്പനിയോട് ഇനി നീ മാറിക്കോ, ഈ ബാക്കി പണി എന്ത് ചെയ്തോളാം, നമ്മൾ എടുത്തോളാം എന്ന് ആര് പറയുകയും ചെയ്യും? ബ്രിട്ടീഷുകാര്, ഗവൺമെന്റ്, പാർലമെന്റ് പറയുകയും ചെയ്യും. ഇതിനുള്ള കാരണങ്ങൾ പറഞ്ഞല്ലോ. അവിടുത്തെ മറ്റ് ട്രേഡേഴ്സ് ഒരുപാടുണ്ട് അല്ലെ, അവർക്ക് ഈ ഒരൊറ്റ കമ്പനി മാത്രം ഇത് എല്ലാം കൊണ്ടുപോകുന്നതിൽ തീർച്ചയായിട്ടും താല്പര്യം ഉണ്ടാവില്ല. ഒരുപാട് കച്ചവടക്കാരുണ്ടാവില്ലേ ബ്രിട്ടീഷുകാരിൽ? ഇപ്പൊ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു കമ്പനി മാത്രം ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് കഠിനമായ ലാഭം ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മറ്റ് പ്രൈവറ്റ് കമ്പനികൾ വെറുതെ ഇരിക്കുമോ? അവരും പറയില്ലേ ഇന്ത്യൻ ഗവൺമെന്റിനോട് ഞങ്ങൾക്കും വേണം അവിടുത്തെ ഒരു വിഹിതം, ഞങ്ങൾക്ക് അവിടെ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരണമെന്ന് പറയില്ലേ? അതുപോലെയൊക്കെ തന്നെയാണ് അന്നും സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് മനസ്സിലായല്ലോ. ഇനി അടുത്ത ആക്ട് നമ്മൾ പോവുകയാണ്. അതേതാണ്? അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. എന്താണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. എന്താണ് പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നടക്കുന്നത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് ബേസിക്കലി ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത് എന്ത് പേരിലാണെന്നറിയോ? അത് അവർ ചോദിക്കുക കൊമേഴ്ഷ്യൽ അഫെയർ. എന്താണ്? കമ്പനിയുടെ കൊമേഴ്ഷ്യൽ അഫെയറിനെയും കമ്പനിയുടെ പൊളിറ്റിക്കൽ അഫെയറിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്ത, അതായത് കൊമേഴ്ഷ്യൽ അഫെയർ എന്നുള്ളൊരു ഒരു കാറ്റഗറി ആയിട്ടും പൊളിറ്റിക്കൽ അഫെയർ എന്നുള്ളൊരു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് രണ്ട് കൂട്ടർക്ക് എന്ത് ചെയ്യുകയാണ്? ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ. ഒരു കൂട്ടർ കൊമേഴ്ഷ്യൽ അഫെയർ നോക്കിക്കോട്ടെ, മറ്റൊരു കൂട്ടർ പൊളിറ്റിക്കൽ അഫെയർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് കമ്പനിയുടെ പവറുകളെ, അധികാരങ്ങളെ കൃത്യമായിട്ട് വേർതിരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത ആക്ട് ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അതേതാണ്? അത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 ആണ്. മനസ്സിലാവുന്നുണ്ടോ? കമ്പനി എന്താണ്? കച്ചവടത്തിന് വന്നതാണ്. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവർ പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു പവറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് പവറുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ആർക്ക്? കമ്പനിക്ക്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ഡെഫിനിഷൻ വേണം. കമ്പനിയുടെ ഏത് ഭാഗം കൊമേഴ്ഷ്യൽ അഫെയറുകൾ കൈകാര്യം ചെയ്യും, കമ്പനിയുടെ ഏത് ഭാഗം പൊളിറ്റിക്കൽ അഫെയറുകൾ കൈകാര്യം ചെയ്യുമെന്ന് കൃത്യമായി ഉറപ്പിക്കണം. അതിനെന്തിനാണ് കൃത്യമായിട്ട് ബ്രിട്ടീഷ് പാർലമെന്റിനപ്പോൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? എന്ത് കണ്ടു? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് മുമ്പ് പറഞ്ഞിരുന്നു. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കച്ചവട കാര്യങ്ങൾ മാത്രം ആര് ശ്രദ്ധിക്കുക? കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുക. അതിനു പുറമേയുള്ള കച്ചവടത്തിനാണല്ലോ വന്നത്, ആ കാര്യങ്ങൾ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ശ്രദ്ധിക്കുക. അതിനും പുറത്തുള്ള എന്ത് കാര്യങ്ങൾ? പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഫയേഴ്സ്. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള അഫയേഴ്സ് പറഞ്ഞ് എന്ത് വരും? റവന്യൂ വരും. എന്തൊക്കെ വരും? റവന്യൂ കാര്യങ്ങൾ വരും. അതിനൊപ്പം വേറെ എന്തൊക്കെ കാര്യങ്ങൾ വരും? സിവിൽ ആൻഡ് മിലിറ്ററി മാറ്റേഴ്സ് വരും അല്ലെ. ജനങ്ങളെ സംബന്ധിച്ച സിവിൽ മാറ്റേഴ്സ്, മിലിറ്ററി മാറ്റേഴ്സ്, പട്ടാളം സംബന്ധിച്ച മിലിറ്ററി മാറ്റേഴ്സ് വരും, അതായത് സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ. അപ്പൊ റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി മാറ്റേഴ്സ് ഇവയെല്ലാം ചേർന്നിട്ടാണ് പൊളിറ്റിക്കൽ അഫെയർ എന്ന് പറയുക. ഇവയെല്ലാം ആര് കൺട്രോൾ ചെയ്തോളും? ഇതെല്ലാം എന്ത് ചെയ്യണം? റവന്യൂ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യും? സിവിൽ മാറ്റേഴ്സ് കൃത്യമായി കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. എന്നാലേ കാര്യങ്ങൾ കൃത്യമായി ഇവിടെ നടക്കുള്ളൂ. മിലിറ്ററി മാറ്റേഴ്സ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ യുദ്ധങ്ങളോ മറ്റുണ്ടായാൽ, പ്രശ്നങ്ങളുണ്ടായാൽ ഇടപെട്ട് കൃത്യമായി കൺട്രോൾ ചെയ്താൽ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായി കൺട്രോൾ ചെയ്യപ്പെടേണ്ട ഈ കാര്യങ്ങൾ, പൊളിറ്റിക്കൽ അഫയേഴ്സ് എന്ന് പറയുന്ന ഈ ഭാഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോർഡ് ഓഫ് കൺട്രോൾ ഉണ്ടാക്കപ്പെടുകയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? കൃത്യമായല്ലോ. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് നോക്കും? കൊമേഴ്ഷ്യൽ, കച്ചവട താല്പര്യങ്ങൾ മാത്രം അവർ നോക്കുക. ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോർഡ് ഓഫ് കൺട്രോൾ, കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്. വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കുക. ഈ രീതിയിൽ സ്റ്റേറ്റ്മെന്റുകൾ വന്ന് കണ്ടിട്ടുണ്ട്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്ന കാര്യം കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ആണെന്നും, ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ അഫയേഴ്സ്, അതെ, കൺട്രോൾ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെ? അപ്പോൾ അത് ബോർഡ് ഓഫ് കൺട്രോൾ ആണ് ചെയ്യുന്നത്. പരസ്പരം മാറിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കൂ. ഇതിന് ഏത് ഫോമിൽ നമുക്കിത് കാണാം? അതായത് ഒരു എന്താ പറയുക, ഒരു രാജ്യത്ത്
ഇവയെല്ലാം കലർന്നാണ് കിടക്കുക അല്ലേ. കൊമേഴ്ഷ്യൽ അഫയേഴ്സും പൊളിറ്റിക്കൽ അഫയേഴ്സും ഒക്കെ കലർന്നാണ് കിടക്കുക. പക്ഷേ കൊമേഴ്ഷ്യൽ അഫയേഴ്സ് നോക്കാൻ വേണ്ടി മാത്രം ഒരു വിഭാഗം, പൊളിറ്റിക്കൽ അഫയേഴ്സ് മാത്രം നോക്കാൻ വേണ്ടി ഒരു വിഭാഗം എന്ന രീതിയിലാക്കുമ്പോൾ എന്ത് ഫീലാണ് കിട്ടുന്നത് അവിടെ? അതായത് ഒരു രണ്ട് വിഭാഗങ്ങൾ, രണ്ട് ഭരണ വിഭാഗങ്ങൾ ഉണ്ടാകുന്നത് പോലെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയെ എന്ത് പേരിൽ വിളിച്ചു? ഡബിൾ ഗവൺമെന്റ് എന്ന പേരിൽ വിളിച്ചിരുന്നു. ഈ ടേം തന്നെ തന്നുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഡബിൾ ഗവൺമെന്റ് എന്നുള്ളൊരു പരിപാടി ഏത് ആക്ടിലാണ് കൊണ്ടുവന്നത്? അതേതാണ്? പിറ്റ്സ് ഇന്ത്യ ആക്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? പിറ്റ്സ് ഇന്ത്യ ആക്ടിലാണ് ഈ ഒരു ഡബിൾ ഗവൺമെന്റ് എന്നുള്ള രീതി കൊണ്ടുവരുന്നത്. അതിനൊപ്പം തന്നെ എന്ത് പറയുന്നുണ്ട്? കൃത്യമായിട്ട് ഈ ബോർഡ് ഓഫ് കൺട്രോളിനോട് എന്താ പറയുന്നത്? നിങ്ങൾ സൂപ്പർവൈസ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക പൊളിറ്റിക്കൽ അഫയേഴ്സ്. ആരുടെ പേരിൽ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ഇത് ചെയ്യേണ്ടത്? ഈ കൺട്രോളിംഗ് ഒക്കെ എവിടെയാണ് നടത്തുന്നത്? അത് ഇന്ത്യൻ ടെറിട്ടറിയിലാണ്. അതായത് ഈ ടെറിട്ടറിയുടെ ഉള്ളിലാണ് എന്ത് ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ടെറിട്ടറിയെ ഏത് പേരിൽ അവർ വിളിച്ചു എന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ ആക്ടിൽ? ബ്രിട്ടീഷ് പൊസഷൻസ്. എന്താണ്? ബ്രിട്ടീഷുകാരുടെ പൊസഷൻസ് ആണ് ഇത് എന്ന് കൃത്യമായിട്ട് ആദ്യമായി പറയുന്ന ആക്ടാണ് ഇത് പിറ്റ്സ് ഇന്ത്യ ആക്ട് എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അതായത് എന്താണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ത് കിട്ടുകയാണ്? ഒരു സുപ്രീം കൺട്രോൾ കമ്പനിയുടെ മുകളിൽ എന്ത് ചെയ്യുകയാണ്? കൃത്യമായി കിട്ടുകയാണ്. അഡ്മിനിസ്ട്രേഷന്റെ മുകളിൽ കിട്ടുകയാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? വ്യത്യാസം വരുന്നത് മനസ്സിലാവുന്നുണ്ട്? ഒന്നും കൂടി എന്ത് ചെയ്തു? അവര് ഇതാ കൺട്രോൾ ചെയ്തിരിക്കുന്നു ഇന്ത്യയിലെ കാര്യങ്ങൾ. അപ്പൊ ആദ്യമായിട്ട് ബ്രിട്ടീഷ് പൊസഷൻസ്, ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടന്റെ ഒരു എന്താ പറയുക ഒരു പൊസഷൻ ആണ് എന്ന് കൃത്യമായി പറഞ്ഞ ആക്ട് ഏതായിരുന്നു? അതും പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ട് 784 വരുന്നു. ഇതിന് ശേഷം ഈ പിറ്റ്സ് ഇന്ത്യ ആക്ടിലും എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില്ലറ മാറ്റങ്ങൾ വരണമെന്ന് പറയുന്നുണ്ട്. ഈ മാറ്റം വരാൻ കാരണം നിങ്ങൾക്കറിയാം, വളരെ ഫേമസ് ആയിട്ടുള്ള കോൺവാളിസ് പ്രഭുവാണ് അതിന് കാരണം. എന്താണ് കോൺവാളിസ് പ്രഭു ചെയ്യുന്നത്? അദ്ദേഹം 1786 എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഗവർണർ ജനറൽ ആയിട്ട് വരികയാണ്. അദ്ദേഹം എന്ത് പറയുകയാണ്? എൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് എനിക്ക് ചില സവിശേഷ അധികാരങ്ങൾ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ആ സവിശേഷ അധികാരങ്ങൾ എന്നറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന പേരിൽ എന്ത് ചെയ്തു? റെഗുലേറ്റിംഗ് ആയിട്ടുള്ള ബംഗാളിലെ ഗവർണറെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കിയെന്ന്. ഇദ്ദേഹത്തിന്റെ ഒപ്പം എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമോ? ഇദ്ദേഹത്തിനെ ഈ ഒരു രീതിയിൽ ഒരു ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആക്കുക മാത്രമല്ല, അവിടെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ടായിരുന്നു. എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. 4 പേരെ വെച്ചിട്ട് ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാക്കി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇദ്ദേഹത്തിന് ഉപദേശിക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് എക്സിക്യൂട്ടീവ് കൗൺസിൽ, 4 പേരുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടാക്കി. അപ്പോൾ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിൽ എന്ത് ചെയ്യാം? ഒന്ന് നോക്കുകയും ചെയ്യാലോ അല്ലെ, ആൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ കോൺവാലിസ് എന്ത് പറയുകയാണ്? ഞാൻ വരാം, ഞാൻ അധികാരങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ എനിക്ക് എന്തിനുള്ള പവർ വേണം? എനിക്ക് വീറ്റോ പവർ വേണം. അതായത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആളുകൾ ഒരു അഭിപ്രായം പറഞ്ഞു എന്നിരുന്നാലും എനിക്ക് ആ അഭിപ്രായത്തിന് എന്ത് ചെയ്യാൻ പറ്റണം? ഓവർ റൈഡ് ചെയ്യാൻ പറ്റണം. എന്ത് ചെയ്യാൻ പറ്റണം? ഓവർ റൈഡ് ചെയ്യാൻ പറ്റണം. അതായത് വീറ്റോ പവർ എന്ന് പറയില്ലേ നമ്മളിപ്പോ, ആ വീറ്റോ പവർ ലഭിക്കണമെന്ന് കോൺവാളിസ് പറയുകയാണ്. അത് അനുവദിച്ചു കൊടുക്കുകയാണ്. ശേഷം എന്ത് പറയുകയാണ് അദ്ദേഹം? വേറൊരു കാര്യം കൂടി പറയുന്നു. അദ്ദേഹം എന്തായി മാറും? കമാൻഡർ ഇൻ ചീഫ് ആയിരിക്കും. അതായത് ഈ കാര്യം, നമ്മളുടെ ഇപ്പോൾ രാഷ്ട്രപതിയാണ് നമ്മുടെ കമാൻഡർ ഇൻ ചീഫ്. അതുപോലെ അദ്ദേഹം എന്ത് പറയുകയാണ്? ഞാനായിരിക്കും എന്ത്? ഇവിടുത്തെ കമാൻഡർ ഇൻ ചീഫ് എന്നുകൂടി ആര് പറയുന്നു? കോൺവാളിസ് പ്രഭു പറയുന്നു. ഇവ രണ്ടും അംഗീകരിച്ചു കൊടുക്കുന്നു. ശേഷം ഈ 2 അമെൻമെന്റുകൾ എവിടെ വരുത്തുന്നു? പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ വരുത്തുന്നു. അപ്പൊ പിറ്റ്സ് ഇന്ത്യ ആക്ടുമായി നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ: 1 വർഷമാണ് 1784 എന്നുള്ളത്. മറ്റൊന്ന് എന്താണ്? ഡ്യുവൽ ഗവൺമെന്റ്, ഡബിൾ ഗവൺമെന്റ് ഇവിടെ വരികയാണ്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കൊമേഴ്ഷ്യൽ അഫയറുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ടും ബോർഡ് ഓഫ് കൺട്രോൾ പൊളിറ്റിക്കൽ അഫയറുകൾ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വരികയാണ്. ഈ പൊളിറ്റിക്കൽ അഫയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കൺസെപ്റ്റ് കൂടി നിങ്ങൾ ഉറച്ചു വെക്കുക. എന്തൊക്കെയാണ്? റവന്യൂ കാര്യങ്ങൾ, സിവിൽ ആൻഡ് മിലിറ്ററി കാര്യങ്ങൾ കൂടി വരുന്നതാണ് പൊളിറ്റിക്കൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ കച്ചവട താല്പര്യങ്ങൾ മാത്രമാണ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ മനസ്സിലായോ നിങ്ങൾ? ഒന്നുകൂടി എന്ത് സംഭവിച്ചിരിക്കുന്നു? അധികാരങ്ങളിൽ കൃത്യമായി ബ്രിട്ടീഷ് ഗവൺമെന്റ് കൈകടത്തിയിരിക്കുന്നു. എന്തുകൊണ്ട്? ബ്രിട്ടീഷ് പൊസഷൻസ് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് എനിമോർ കമ്പനി പൊസഷൻസ്. അതെന്താണ്? അത് ബ്രിട്ടീഷ് പൊസഷൻസ് ആണ്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ നടന്നിരിക്കുകയാണ്. അടുത്ത ആക്ടിലേക്ക് പോകാം. ഇനി അങ്ങോട്ട് എന്തിൻ്റെ വരവാണെന്നറിയാമോ? ചാർട്ടർ ആക്ടുകളുടെ വരവാണ്. എന്താണ്? ചാർട്ടർ ആക്ടുകൾ പലതായിട്ട് വരുന്നുണ്ട്. ഈ ചാർട്ടർ എന്ന് വെച്ചാൽ ബേസിക്കലി എന്താണെന്ന് അറിയാമോ? ബ്രിട്ടീഷ് രാജ്ഞി എന്ത് ചെയ്യുന്നുണ്ട്? 1600 തന്നെ ഒരു ചാർട്ടർ കൊടുക്കുന്നുണ്ട്. എന്ത് ചെയ്യുകയാണ്? കമ്പനിയോട് എന്ത് പറയുകയാണ്? നിങ്ങൾ ഇനി ഇത്ര കൊല്ലം, ഇത്ര വർഷത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്തോളൂ?
നിങ്ങൾക്ക് ഇന്ന പ്രദേശം ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കച്ചവടങ്ങൾ നടത്തുന്നതിന്, ഭരിക്കുക എന്നല്ല വാക്ക്, കച്ചവടങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഇത്ര വർഷത്തേക്കുള്ള അധികാരം ഇതാ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു ചാർട്ടർ കൊടുക്കും അവർക്ക്. അപ്പോൾ ഇതും കയ്യിലെടുത്തിട്ടാണ് ആര് പോകുന്നത്, ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓരോ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുപോലെ എന്ത് ചെയ്യുകയാണ്, ബേസിക്കലി ഈ ചാർട്ടർ കൊടുക്കാറുള്ളത് 20 വർഷത്തേക്കാണ്. എത്ര വർഷത്തേക്കാണ്? 20 വർഷത്തേക്കുള്ള ചാർട്ടറാണ് കൊടുക്കുന്നത്. അതുപോലെ നമുക്ക് പഠിക്കാൻ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാർട്ടറിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. അതെന്താണ്? ചാർട്ടർ ആക്ട് ഓഫ് 1793, 1793. നമ്മൾ കണ്ടു 84 എന്ത് സംഭവിച്ചു, പിറ്റ്സ് ഇന്ത്യ ആക്ട് വന്നു, ഡബിൾ ഗവൺമെന്റ് ഒക്കെ വന്നു എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്തു, കൃത്യമായിട്ട് കണ്ടു. ഇനി 1793 ചാർട്ടർ ആക്ടിൽ എന്താണ് സംഭവിച്ചത് നോക്കാം. അപ്പോൾ ഈ ചാർട്ടർ ആക്ട് പ്രകാരം ഇനി അങ്ങോട്ട് ഒരു 20 വർഷത്തേക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾ കാണും 791 ഈ ചാർട്ടർ ആക്ട് വന്ന ശേഷം കൃത്യം 20 കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത ചാർട്ടർ ആക്ട് വരുന്നത്. കണ്ടോ? കാരണം ഈ 20 കൊല്ലത്തിന്റെ എക്സ്റ്റൻഷൻ കഴിഞ്ഞു, ഇനി അഗൈൻ ഒരു 20 കൊല്ലം കൂടി കൊടുക്കണം. മനസ്സിലായോ? ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഫൈൻ. ഇനി ചാർട്ടർ ആക്ട് ഓഫ് 1793 എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. കൃത്യമായി ആലോചിക്കുക. റെഗുലേറ്റിംഗ് ആക്ട് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു, ശേഷം പിറ്റ്സ് ഇന്ത്യ ആക്ട് നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ശേഷം നമ്മൾ എവിടേക്ക് വരികയാണ്, ചാർട്ടർ ആക്ടുകളിലേക്ക് വരികയാണ്. 2 പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഓൾറെഡി. ചാർട്ടർ ആക്ട് 1793 എന്ത് ചെയ്യുകയാണെന്നറിയാമോ? തൊട്ടു മുമ്പ് നമ്മൾ പറഞ്ഞില്ലേ, കോൺവാളിസ് എന്ത് ആവശ്യപ്പെട്ടു, ഓവർ റൈഡിങ് പവർ എനിക്ക് വേണമെന്ന് പറഞ്ഞു, വീറ്റോ പവർ വേണം. അതായത് എക്സിക്യൂട്ടീവ് കൗൺസിലിലെ ആളുകൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞാലും എനിക്കെന്ത് സാധിക്കണം, അത് പറ്റില്ല, എനിക്ക് എന്ത് ചെയ്യണം, വേറൊരു തീരുമാനമാണ് എൻ്റേത് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, അത് സാധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഓവർ റൈഡിങ് പവർ അഥവാ വൈസ്രോയിയുടെ, അല്ലെങ്കിൽ വൈസ്രോയി പിന്നീട് വരുന്നത് ഗവർണർ ജനറലിന്റെ ഓവർ റൈഡിങ് പവർ എന്ത് ചെയ്തു, കോൺവാളിസിൽ മാത്രമായി നിർത്താതെ അതിനുശേഷം വരുന്ന ആളുകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നീട് വരുന്ന ഗവർണർ ജനറലുകൾക്കും എന്തുണ്ടായിരുന്നു, ഈ വീറ്റോ പവർ അഥവാ ഓവർ റൈഡിങ് പവർ എന്ത് ചെയ്തിരുന്നു, അവൈലബിൾ ആയിരുന്നു, അവർക്കും ലഭ്യമായിരുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. ശേഷം ബോംബെയുടെയും മദ്രാസിൻ്റെയും വേറെയും അധികാരങ്ങൾ എന്ത് ചെയ്യുകയാണ്, കൂടുതൽ സബോർഡിനേറ്റ് ചെയ്യപ്പെടുകയാണ്. അതായത് ഗവർണർ ജനറൽക്ക് കൂടുതൽ പവറുകൾ കിട്ടി എന്ന് പറഞ്ഞാൽ തീർച്ചയായും എന്തായി മാറുകയാണ്, ബോംബെയും മദ്രാസ് പ്രസിഡൻസീസും കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു, സബോർഡിനേറ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഈ കച്ചവടത്തിന് നിലവിൽ എന്താണ്, കമ്പനിക്കാണ് ഇവിടുത്തെ കച്ചവടത്തിന്റെ മോണോപോളി അല്ലേ. അപ്പോൾ ഈ മോണോപോളി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കച്ചവടത്തിലേക്കുള്ള ഈ മോണോപോളി എന്ത് ചെയ്യുകയാണ്, 20 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ആര് മാത്രമേ കച്ചവടം ചെയ്യുകയുള്ളൂ, കമ്പനി മാത്രമേ കച്ചവടം ചെയ്യുകയുള്ളൂ. അതിന്റെ മോണോപോളി എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞതുപോലെ 20 കൊല്ലത്തേക്ക് കൂടി എന്ത് ചെയ്യുകയാണ്, നീട്ടി കൊടുക്കുകയാണ് എന്ന് കൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വേറൊരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. എന്താണത്, നമ്മൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞില്ലേ. ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു, പൊളിറ്റിക്കൽ അഫയേഴ്സ് അല്ലെ. പൊളിറ്റിക്കൽ അഫയേഴ്സ്, റവന്യൂ റിലേറ്റഡ് കാര്യങ്ങൾ, സിവിൽ മിലിറ്ററി കാര്യങ്ങൾ അല്ലെ. റവന്യൂ, സിവിൽ, മിലിറ്ററി കാര്യങ്ങളൊക്കെ കൃത്യമായി കൺട്രോൾ ചെയ്യാനാണ് എന്ത്, പൊളിറ്റിക്കൽ അഫയേഴ്സ് എന്നിവയെല്ലാം കൂടി പറയും ബോർഡ് ഓഫ് കൺട്രോളിനെ പിറ്റ്സ് ഇന്ത്യ ആക്ട് പ്രകാരം നിയമിച്ചത്. ഈ ബോർഡ് ഓഫ് കൺട്രോളിന്റെ ശമ്പളം ഇനി എവിടെ നിന്ന് കൊടുക്കും, ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് കൊടുക്കും എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളുടെ അടിമത്തത്തിന് നമ്മൾ തന്നെ എന്ത് ചെയ്യുകയായിരുന്നു, പണം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ബോർഡ് ഓഫ് കൺട്രോൾ എന്ത് ചെയ്യും, ഇനി ശമ്പളം എവിടെ നിന്നാണ് വാങ്ങിക്കുക, ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് വാങ്ങിക്കും. ഇതൊക്കെ എന്താണ് ബേസിക്കലി നമ്മൾ പിന്നീട് കാണുന്നുണ്ട് അല്ലെ. എന്താ പറയുക, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡ്രെയിൻ തിയറി, ദാദാഭായ് നവറോജി കൊണ്ടുവന്ന ഡ്രെയിൻ തിയറിയിൽ പ്രധാനമായും നമ്മളുടെ പണം മുഴുവൻ ഒഴുകി പോവുകയാണ്, ഡ്രെയിൻ ചെയ്തു പോവുകയാണ് എന്ന് പറയുന്നതിൽ പ്രധാനമായിട്ട് ദാദാഭായ് നവറോജി പറയുന്ന കാര്യങ്ങളിലൊന്ന് എന്താണ്, ഇന്ത്യൻ റവന്യൂ ഉപയോഗിച്ചിട്ടാണ് ആർക്ക് ശമ്പളം കൊടുക്കുന്നത്, ബ്രിട്ടീഷുകാരായിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് ശമ്പളം, അതും വലിയ വലിയ ശമ്പളം കൊടുക്കുന്നത്. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്നല്ല കൊടുക്കുന്നത്, ബ്രിട്ടനിൽ നിന്നല്ല ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നത്. എവിടെ നിന്നാണ്, ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് എടുത്തിട്ടാണ് ഈ ശമ്പളം കൊടുക്കുന്നത്. അതവർ ഇവിടെ ചെലവാക്കുമോ, തീർച്ചയായിട്ടും ഇല്ല. നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ എക്കണോമിയിൽ തന്നെ സ്പെൻഡ് ചെയ്യും അല്ലെ. അപ്പോൾ അതെന്ത് ചെയ്യും, തിരിച്ച് നമ്മുടെ എക്കണോമിയുടെ ഉള്ളിലേക്ക് തന്നെ പോവുകയും അത് കൂടുതൽ പ്രൊഡക്ഷന് കാരണമാവുകയും ചെയ്യും അല്ലെ. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ബ്രിട്ടീഷുകാർ വലിയൊരു ശമ്പളം വാങ്ങും, സ്വന്തം രാജ്യത്തേക്ക് അതും കൊണ്ടുപോകും. സോ വാട്ട് ഈസ് ഹാപ്പനിങ്, ഡ്രെയിൻ ഈസ് ഹാപ്പനിങ്, നമ്മളുടെ പണം ഡ്രെയിൻ ആയി പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ ഡ്രെയിൻ തിയറിയുടെ ഭാഗമായി കൂടി നിങ്ങൾ ചേർത്ത് വാക്കുക. നമ്മൾ പൊളിറ്റിയിൽ ഓരോ കാര്യം പറയുമ്പോഴും നിങ്ങൾ അത് എന്തുമായി കൂടി ചേർക്കണം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി കൂടി ചേർത്ത് ഓർക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ 793 ചാർട്ടർ ആക്ട് 20 കൊല്ലം കൂടി കമ്പനിക്ക് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു മോണോപോളി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഓവർ റൈഡിംഗ് പവർ പിന്നീട് വന്ന ഗവർണർ ജനറൽമാർക്ക് കൂടി കിട്ടുകയാണ്. ബോർഡ് ഓഫ് കൺട്രോളിന്റെ ശമ്പളം ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ ആണല്ലോ. അതിനുശേഷം അടുത്ത ചാർട്ടർ ആക്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങൾ നടക്കുന്ന ചാർട്ടർ ആക്ട് ആണ്.
എന്താണ് സംഭവം എന്നറിയോ? നമ്മൾ പറഞ്ഞില്ലേ 20 കൊല്ലത്തേക്ക് മോണോപോളി വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്തു? ബ്രിട്ടനിൽ പിന്നെയും അസ്വാരസ്യങ്ങളായി. കമ്പനിക്ക് ഇങ്ങനെ മോണോപോളി കൊടുക്കുകയാണ്, ബാക്കിയുള്ള ആളുകൾക്കൊന്നും എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യൻ മാർക്കറ്റിലേക്ക്, കമ്പനിക്ക് മാത്രം വലിയ ലാഭം. തീർച്ചയായും വലിയ പ്രഷർ ഉണ്ടാവുകയാണ് പാർലമെന്റിൽ, ബ്രിട്ടീഷ് പാർലമെന്റിൽ. അതെന്തിലേക്ക് നയിക്കുന്നു? കമ്പനിയുടെ മോണോപോളി, ട്രേഡ് മോണോപോളി അവസാനിക്കുന്നു. കൃത്യമായിട്ട് ആലോചിക്കുക. ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് അവിടെ എന്താ പറയുക, ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകളുടെ. കമ്പനിയുടെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ട്രേഡ് മോണോപോളി അവസാനിപ്പിച്ച ആക്ട് ഏത്? ചാർട്ടർ ആക്ട് ഓഫ് 1813. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ത് ചെയ്യുകയാണ്? കമ്പനിയുടെ മോണോപോളി അവസാനിക്കുന്നു. ഓർക്കുക കൃത്യമായിട്ട്. ഇനി നേരത്തെ നമ്മളൊരു ടേം കണ്ടിരുന്നു, എന്താണ്? ബ്രിട്ടീഷ് പൊസഷൻസ് ഇൻ ഇന്ത്യ എന്ന് കണ്ടിരുന്നു അല്ലേ? പിറ്റ്സ് ഇന്ത്യ ആക്ടിൽ കൃത്യമായി എന്ത് പറയുകയാണ്? എക്സ്പ്ലിസിറ്റ്ലി എന്ത് പറയുകയാണ് ഈ ആക്ടിൽ? ബ്രിട്ടീഷ് ടെറിട്ടറീസ് എന്നുള്ളൊരു പദം കൊണ്ടുവരികയാണ്. എന്ത് കൊണ്ടുവരികയാണ്? ബ്രിട്ടീഷ് ടെറിട്ടറീസ് എന്നുള്ളൊരു പദം തന്നെ കൊണ്ടുവരുന്നു. അതായത് ബ്രിട്ടീഷ് ക്രൗൺ എന്ത് ചെയ്യും? ബ്രിട്ടീഷ് ക്രൗണിന് ഈ ഒരു ഇന്ത്യയുടെ മുകളിൽ കൃത്യമായ സോവറിനിറ്റി ഉണ്ട്. എന്താണ് സോവറീൻ? ഇതിന്റെ അർത്ഥമൊക്കെ നമ്മൾ പഠിക്കും. എന്താണ്? പരമാധികാരം. എന്താണ്? പരമാധികാരം എന്നാണ് സോവറീൻ എന്ന വാക്കിനർത്ഥം. അപ്പോൾ ബ്രിട്ടീഷ് ക്രൗണിന് എന്തുണ്ട്? ഇന്ത്യയുടെ മുകളിൽ ഈ ഒരു കമ്പനി നോക്കി നടത്തുന്ന ടെറിട്ടറികളിലെല്ലാം പരമാധികാരമുണ്ട്. ബ്രിട്ടീഷ് ടെറിട്ടറികളാണ് ഇവയെല്ലാം എന്ന് എക്സ്പ്ലിസിറ്റ്ലി പറയുകയാണ്. എന്താണ് അതിനർത്ഥം? അതായത് കമ്പനി എന്താണ്? നിങ്ങളുടെ ഏരിയ അല്ല ഇത് ബ്രിട്ടീഷ് ടെറിട്ടറി ആയിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് ഗവൺമെന്റ് കൃത്യമായി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ബ്രിട്ടീഷ് ടെറിട്ടറീസ് എന്ന് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ്മെന്റ് വന്നത് ഏത് ആക്ടിലാണ്? അത് ചാർട്ടർ ആക്ട് ഓഫ് 1813 മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? നേരത്തെ ബ്രിട്ടീഷ് പൊസഷൻസ് എന്നുള്ള രീതിയിലൊരു പരാമർശം വന്നിരുന്നു, പക്ഷേ ഇത് ബ്രിട്ടീഷ് ടെറിട്ടറീസ് ആണെന്ന് എക്സ്പ്ലിസിറ്റ്ലി സ്റ്റേറ്റ്മെന്റ് വന്നത് ഏതിൽ എന്ന് ചോദിച്ചാൽ അതേതാണ്? ചാർട്ടർ ആക്ട് ഓഫ് 1813 കൃത്യമാണല്ലോ. അതിനൊപ്പം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യുകയാണ്? ഇവിടുത്തെ ജനങ്ങളെ എന്ത് ചെയ്യണം? സിവിലൈസ് ചെയ്യണം. വൈറ്റ് മാൻസ് ബേർഡൻ എന്നൊക്കെ പറയും. എന്താണ്? ലോകം മുഴുവൻ സിവിലൈസ്ഡ് അല്ലാതെ കിടക്കുകയാണ്. എല്ലാം എന്താണ്? നിരക്ഷരരായിട്ടുള്ള ആളുകളാണ്. നമുക്ക് എന്ത് ചെയ്യണം? അവരെയൊക്കെ സംസ്കാരം പഠിപ്പിക്കണം. കുറച്ച് സംസ്കാരമുള്ള ആളുകളായിട്ട് എന്ത് ചെയ്യണം? ഈ മൂന്നാം ലോക രാജ്യങ്ങളെയൊക്കെ മാറ്റണം തുടങ്ങിയ എന്താ പറയുക ഒരു വിശ്വാസത്തിലാണ് അത്ര എന്ത് ചെയ്തിരുന്നത്? യൂറോപ്യന്മാർ എല്ലാ സ്ഥലവും കോളനൈസ് ചെയ്തിരുന്നത്. ഇപ്പോഴും യൂറോപ്യനായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നൊരു വാചകമാണത്. എന്താണ്? ഇന്ത്യ പോലെ മറ്റ് ആഫ്രിക്കൻ, ഏഷ്യൻ രാജ്യങ്ങളെ നമ്മൾ കോളനൈസ് ചെയ്യാൻ കാരണം എന്താണ്? അവരൊക്കെ ഒരു വിവരമില്ലാത്ത കൂട്ടരായിരുന്നു. അവരെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരുന്നു? നമ്മൾ അവരെ സിവിലൈസ് ചെയ്തെടുക്കേണ്ടിയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരെയൊക്കെ കോളനികളാക്കി മാറ്റിയതെന്നാണ് ഇപ്പോഴും അവരിൽ പലരും വരുന്നത്. അപ്പോൾ അതേ ഒരു ലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷന് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ ഏർപ്പാടാക്കുന്നതിന്, കൃത്യമായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ എന്ത് ചെയ്യുകയാണ്? അനുവദിക്കുകയാണ്. ഇവിടെ നിന്ന് എത്ര പൈസ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു എന്ന് ആലോചിക്കണം. ശേഷം എന്ത് ചെയ്യുകയാണ്? 1 ലക്ഷം രൂപ എഡ്യൂക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? അവർ ഈ ഒരു ആക്ടിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരി, എഡ്യൂക്കേഷൻ അത്രയും മനസ്സിലാക്കിയാൽ മതിയോ? അത്രയും മനസ്സിലാക്കിയാൽ പോരാ. അതായത് ആരാണ് ഒരു ഏരിയയിൽ, ഒരു ടെറിട്ടറിയിൽ കൃത്യമായിട്ട് എഡ്യൂക്കേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണം ചെലവാക്കുക? കൃത്യമായി അതിന് മുകളിൽ ഉണ്ട് എന്ന് കരുതുന്നൊരു ഗവൺമെൻറ് എന്ത് ചെയ്യുള്ളൂ? ഈ രീതിയിൽ പണം ചെലവാക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ എഡ്യൂക്കേഷൻ, ഇവിടുത്തെ ആളുകൾക്ക് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം. ഈ എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള മറ്റൊരു ഉദ്ദേശം എന്തായിരുന്നു നിങ്ങൾക്ക് അറിയാമോ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്താണ്? ബോർഡ് ഓഫ് കൺട്രോളിനും മറ്റും ഇന്ത്യൻ റവന്യൂവിൽ നിന്ന് പണം എടുത്താണ് കൊടുത്തിരുന്നത് അല്ലേ? എന്തായാലും ഇന്ത്യത്തെ പണമാണ് അങ്ങ് ഡ്രെയിൻ ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ അപ്പോഴും ഇവരെന്താ നോക്കിയേ? അതിലും ഇവർ തൃപ്തരായിരുന്നില്ല. ഇവർ നോക്കിയിരുന്നത് എന്താണ്? ബ്രിട്ടനിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇതുപോലെ പണം കൊടുക്കുന്ന സമയത്ത് വലിയ എമൗണ്ട് അവർക്ക് കൊടുക്കണം. പക്ഷേ ഇന്ത്യക്കാരായിട്ടുള്ള കുറച്ച് ആളുകളെ തന്നെ എന്ത് ചെയ്തെടുത്താൽ, ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ ക്ലറിക്കൽ പോസ്റ്റുകളും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ ചെറിയ തുകയിൽ ഇവരെ തന്നെ, ഇന്ത്യക്കാരെ തന്നെ ഇവിടെ വെക്കാൻ പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടും പിന്നെ ക്രിസ്ത്യൻ മിഷണറികളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എഡ്യൂക്കേഷൻ ഇവിടെ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? പരത്താൻ വേണ്ടി അവർ പതുക്കെ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇതിൽ മതപരമായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ക്രിസ്ത്യൻ മിഷണറീസ് എഡ്യൂക്കേഷൻ നടത്തിയിരുന്നു, മറ്റ് പല സേവനങ്ങളും നടത്തിയിരുന്നു. അതിനൊപ്പം തന്നെ എന്തുണ്ടായിരുന്നു? ഒരു മതപരമായിട്ടുള്ള, ഒരു കൺവേർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങൾ കൂടി എന്ത് ചെയ്തിരുന്നു? ഈ കൂട്ടത്തിൽ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാർട്ടർ ആക്ട് ഓഫ് 1813 എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യമായി എഡ്യൂക്കേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രപ്പോസൽ 1 ലക്ഷം രൂപ അനുവദിച്ചു കൊണ്ടിട്ടുള്ള ഒരു സ്റ്റെപ്പ് ആരെടുക്കുന്നു? ചാർട്ടർ ആക്ട് ഓഫ് 1813 എടുക്കുന്നു. അതിൽ ഏറ്റവും പ്രത്യേകത എന്താണ്? കമ്പനിയുടെ മോണോപോളി അവസാനിക്കുകയാണ്. ബ്രിട്ടനിലെ മറ്റ് കമ്പനികൾക്കും ഇനി എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു കോളനിയിലേക്ക്, മാർക്കറ്റിലേക്ക് വരുന്നതിനും ഇവിടെ കച്ചവടം നടത്തുന്നതിനും
നടത്തുന്നതിനും സാധിക്കുമെന്ന അവസ്ഥ വരികയാണ്. എക്സ്പ്ലിസിറ്റ്ലി ബ്രിട്ടീഷ് ടെറിട്ടറീസ് എന്ന് എന്ത് ചെയ്യുന്നു, ഒരു ടേം അവർ പറയുന്നു ഈ ആക്ടിൽ. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള 1 ലക്ഷം രൂപ കൊടുക്കുകയും എഡ്യൂക്കേഷൻ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണമെന്ന് ഈ ആക്ട് ആവശ്യപ്പെടുകയാണ്. ക്രിസ്ത്യൻ മിഷണറികൾക്ക് ഇവിടെ വരുന്നതിന് വേണ്ടിയിട്ടും മതപ്രബോധനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങളെ സിവിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അല്ലെ, അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നല്ല നല്ല രീതിയിലുള്ള ആശയങ്ങൾ, വിദ്യാഭ്യാസം, മതപരമായിട്ടുള്ള മികച്ച ആശയങ്ങളൊക്കെ എന്ത് ചെയ്യണം, കൊടുത്ത് ഇവരെ സിവിലൈസ് ചെയ്ത് നന്നാക്കി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ക്രിസ്ത്യൻ മിഷണറികളും എന്ത് ചെയ്യുകയാണ്, ഇവിടേക്ക് വരികയാണ്. കണ്ടോ, വിവിധങ്ങളായുള്ള പുതിയ ഫ്രണ്ടുകൾ എന്ത് ചെയ്യുകയാണ്, തുറക്കപ്പെടുകയാണ്. അപ്പോൾ ആ ആക്ടിന്റെ കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമുക്ക് 33 ആക്ടിലേക്ക് പോകാം. 33 ആക്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ചാർട്ടർ ആക്ട് ഓഫ് 1833 നിങ്ങൾ കൃത്യമായി ആലോചിക്കേണ്ടത് ഒരു പോയിന്റിന്റെ പേരിലാണ്. എന്താണ്? ഈ ആക്ടാണ് സെൻട്രലൈസേഷന്റെ ഒരു അവസാനം എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ എന്ത് കണ്ടു, 1773 നമ്മളുടെ റെഗുലേറ്റിംഗ് ആക്ട് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പറഞ്ഞു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, കേന്ദ്രീകൃത ഭരണവ്യവസ്ഥ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, അല്ലെ. റെഗുലേറ്റിംഗ് ആക്ട് തുടങ്ങിയിട്ട് 84 പിന്നെ എന്ത് കണ്ടു, നമ്മൾ പിറ്റ്സ് ഇന്ത്യ ആക്ട് കണ്ടു. ശേഷം എന്താണ്, ചാർട്ടർ ആക്ടുകൾ വന്നു, അല്ലെ. 13 ആക്ട് പ്രകാരം എന്ത് സംഭവിച്ചു, മോണോപോളി എൻഡഡ്, അല്ലെ. ഇതിന് തൊട്ട് മുമ്പത്തെ ആക്ട്. ഇപ്പൊ 33 നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതിൽ ഓരോന്നിലും എന്താ സംഭവിക്കുന്നത്, കമ്പനിയുടെ അധികാരം കുറഞ്ഞു വന്നിട്ട് ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന രീതിയിൽ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന രീതിയിൽ അധികാരം കേന്ദ്രീകരിക്കപ്പെടുകയാണ്. ഈ സെൻട്രലൈസേഷൻ ടെൻഡൻസിയുടെ ഒരു കംപ്ലീഷൻ എന്ന് എന്തിനെ പറയും, ചാർട്ടർ ആക്ട് 1833 പറയാറുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ എന്ത് കണ്ടിരുന്നു, ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്ന് കണ്ടിരുന്നു, അല്ലെ. ഇദ്ദേഹം ആരായിരുന്നു? വെറും ഗവർണർ ഓഫ് ബംഗാൾ ആയിരുന്നു. ഗവർണർ ഓഫ് ബംഗാൾ പിന്നീട് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയി 1773 റെഗുലേഷൻ ആക്ട് പ്രകാരം. പിന്നീട് ഇദ്ദേഹം എന്തായി മാറുന്നു, ഈ 833 ചാർട്ടർ ആക്ട് പ്രകാരം അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ അല്ല, ഇനി ആരാണ്, അദ്ദേഹം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? മുഴുവൻ രാജ്യം ഒരു രാജ്യം എന്ന രീതിയിലുള്ള കൺസെപ്റ്റ് വന്നിരിക്കുന്നു. അതിനെ മൊത്തത്തിൽ ഒന്നിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു ഗവർണർ ജനറൽ എന്നും വന്നിരിക്കുന്നു. അതായത് പ്രോപ്പർ ഒരു സ്റ്റേറ്റ്, ഒരു രാജ്യം രൂപീകരിക്കുന്ന പോലെ, അതിൽ ഒരു അധികാര സ്ഥാനം സൃഷ്ടിക്കുന്നത് പോലെ എന്ന് മാറിയിരിക്കുന്നു, കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അങ്ങനെ വന്ന ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? വില്യം ബെൻഡിക്. മാറിപ്പോരുത്. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ് വാരൻ ഹേസ്റ്റിങ്സ്. ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആരാണ്? വില്യം ബെൻഡിക്. മറന്നു പോകരുത്, കൃത്യമായിട്ട് ഓർത്തു വെക്കുക, മാറിപ്പോകരുത്. ഇനി ഇതിനൊപ്പം മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നടക്കുകയാണ്. എന്താണ്? ബോംബെയും നമ്മൾ പറഞ്ഞു അല്ലേ, സെൻട്രലൈസേഷന്റെ ഏറ്റവും അവസാനം, ഏറ്റവും പീക്ക് എത്തുകയാണ്. ഇതിനുശേഷം നിങ്ങൾ കാണും ഇത്തരത്തിലുള്ള പല സെൻട്രലൈസേഷൻ പവറും എന്ത് ചെയ്യും, റിവേഴ്സ് ചെയ്യപ്പെടും. എന്ത് ചെയ്യപ്പെടും? റിവേഴ്സ് ചെയ്യപ്പെടും. ഈ രീതിയിൽ ബോംബെയിൽ നിന്നും മദ്രാസിൽ നിന്നൊക്കെ ഇങ്ങനെ സ്നാച്ച് ചെയ്ത് എടുത്ത പല അധികാരങ്ങളും നിങ്ങൾക്ക് കാണാം. ഇത് കഴിഞ്ഞ് 1-ാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം എന്ത് ചെയ്യും, തിരിച്ചിവർക്കൊക്കെ ലഭിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമുക്കപ്പോൾ ചർച്ച ചെയ്യാം. പക്ഷേ 1833 എന്ന് പറയുന്ന ഈ സമയത്ത് എന്താണ്, ഈ സെൻട്രലൈസേഷന്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയമാണ്. അതിന്റെ ഭാഗമായിട്ട് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, ബോംബെക്കും മദ്രാസിനും ലെജിസ്ലേഷൻ നടത്താൻ പറ്റില്ല. ലെജിസ്ലേറ്റീവ് പവേഴ്സ്, നിയമനിർമ്മാണം എന്നുള്ള ഒരു കഴിവ് എന്ത് ചെയ്യുകയാണ്, ഈ ബോംബെ, മദ്രാസ് എന്നീ പ്രൊവിൻസിൽ നിന്ന്, പ്രസിഡൻസികളിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, പിടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് ലെജിസ്ലേഷൻ എന്താണെന്ന് അറിയാമല്ലോ. നമ്മുടെ പാർലമെന്റിൽ എന്താ നടക്കുന്നത്, ലെജിസ്ലേഷനാണ് നടക്കുന്നത്, നിയമനിർമ്മാണം, അല്ലെ. ഒരു ബില്ല് കൊണ്ടുവരും, ആ ബില്ല് അവതരിപ്പിക്കും, അതെന്ത് ചെയ്യും, ഡിസ്കഷൻസ് നടത്തും. ഡിസ്കഷൻ നടത്തിയിട്ട് ആ ബില്ല് പാസ്സാവുകയാണെങ്കിൽ, പ്രസിഡന്റിന്റെ ഒപ്പ് കിട്ടുകയാണെങ്കിൽ അതെന്തായി മാറും, ഒരു ആക്ടായിട്ട് മാറും. ഈ പ്രവൃത്തിയാണ് എന്ത്, ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ലെജിസ്ലേറ്റീവ് പവറുകളിൽ നിന്ന് എന്ത് ചെയ്യുകയാണ്, ബോംബെയും മദ്രാസിനെയും ഒഴിവാക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരൊറ്റ സ്ഥലത്ത് നിയമം നടക്കും. എവിടെ നടക്കും? അത് നമ്മളുടെ കൽക്കത്തയിലുള്ള, ബംഗാളിലുള്ള ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ നടക്കും. അപ്പോൾ കംപ്ലീറ്റ് സെൻട്രലൈസേഷൻ ഇതാ സംഭവിച്ചിരിക്കുന്നു, അല്ലെ. അതിനൊപ്പം മറ്റൊരു പോയിന്റ് കൂടി കൃത്യമായിട്ട് ആലോചിക്കുക. കമ്പനി എന്തായി മാറുകയാണ്? കമ്പനി ഒരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയി മാറുകയാണ്. പല തവണ വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. എന്തായി മാറുകയാണ്? കമ്പനി ഒരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയി മാറിയിരിക്കുന്നു. അതായത്
ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എന്ത് ചെയ്യുകയാണ്, മറ്റുള്ള പരിപാടികൾ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കച്ചവട സ്ഥാപനം എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് കമ്പനി എന്താണ്, ഇന്ത്യ നോക്കി നടത്തുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്തുന്ന ഒരു പ്യുവർലി അഡ്മിനിസ്ട്രേഷൻ ബോഡിയാണ്. അതായത് കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യപ്പെട്ടിരിക്കുന്നു, അവസാനിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്താണ്, എല്ലാവർക്കും വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് അല്ലെ. ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി ആ സമയത്ത്, എന്തായിരുന്നു ആ കാര്യം എന്നല്ലേ, 1813 നമ്മൾ എന്ത് കണ്ടിരുന്നു, 1813 ആദ്യമായി എന്ത് ചെയ്യുകയാണ്, കമ്പനിയുടെ മോണോപോളി എൻഡ് ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ, ഇതിന് തൊട്ട് മുമ്പ് ചാർട്ടർ ആക്ടില്. പക്ഷേ കൃത്യമായി ശ്രദ്ധിക്കുക, ഞാൻ വിട്ടുപോയതാണ്, കൃത്യമായി ശ്രദ്ധിക്കുക. ആ സമയത്ത് എന്ത് നിരോധിച്ചിരുന്നില്ല, ചൈനയുമായിട്ടുള്ള കച്ചവടവും അതുപോലെ തന്നെ ചായയുടെ കച്ചവടവും. എന്തൊക്കെയാണ്, ചൈനയുമായിട്ടുള്ള കച്ചവടവും ചായയുടെ കച്ചവടവും ഇപ്പോഴും ആരുടെ അടിയിലായിരുന്നു, കമ്പനിയുടെ മോണോപോളിയിൽ തന്നെയായിരുന്നു. അപ്പൊ ചായ കച്ചവടവും ചൈനയുമായിട്ടുള്ള കച്ചവടവും ആരുടെ അടിയിൽ തന്നെയാണ്, കമ്പനിയുടെ അടിയിൽ തന്നെയാണ്. കാരണം ഒറ്റയടിക്ക് എല്ലാം ഇവിടുത്തെ കളയണ്ട എന്ന് പറഞ്ഞിട്ട് കമ്പനിയും തിരിച്ച് പ്രഷർ ചെയ്യുമല്ലോ. അത്തരം പ്രഷറുകൾക്കൊക്കെ വഴങ്ങിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചൈനയുമായിട്ടുള്ള ഈ കച്ചവടവും ചായ കച്ചവടവും എന്ത് ചെയ്യുകയാണ്, കമ്പനിയുടെ മോണോപോളിയായിട്ട് 1813 വെക്കുന്നുണ്ട്. കൃത്യമായി മനസ്സിലാക്കുക നിങ്ങൾ, 1813 കമ്പനിയുടെ മോണോപോളി അവസാനിക്കുകയാണ്. പക്ഷെ എന്ത് അവസാനിക്കുന്നില്ല, ചൈനയുമായിട്ടുള്ള കച്ചവടവും ടീ കച്ചവടവും അപ്പോഴും കമ്പനിയുടെ മോണോപോളി തന്നെയാണ്. പക്ഷെ 33 കൂടി എന്ത് ചെയ്യുകയാണ്, ഈ മോണോപോളി കൂടി എന്ത് ചെയ്യുകയാണ്, ഇല്ലാതാവുകയാണ്. കംപ്ലീറ്റ്ലി എന്താണ്, കമ്പനി കൊമേഴ്ഷ്യൽ എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് പ്യുവർലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറുകയാണ്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്, കംപ്ലീറ്റ്ലി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആയിട്ട് മാറുന്നു. അതിനൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇവർ ശ്രമിക്കും. എന്താണ്, നിങ്ങൾക്കറിയാമല്ലേ, സിവിൽ സർവീസസ്. ഈ സിവിൽ സർവീസസ് എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക, അധികാര സ്ഥാനങ്ങളിലേക്ക് ആളുകളെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ, ഒരു തുറന്ന പരീക്ഷ നടത്താൻ വേണ്ടി നോക്കി. ഇത്രയും കാലം എങ്ങനെയായിരുന്നു, കമ്പനി സ്വന്തം ആളുകളെ നിയമിക്കും, ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, ചിലപ്പോൾ ഏറ്റവും അധികം പൈസ കൊടുത്താൽ, അതായത് ബേസിക്കലി അങ്ങനെയാണ് നടന്നിരുന്നത്. കമ്പനിക്ക് നല്ലൊരു എമൗണ്ട് പൈസ എന്താണ്, കൈക്കൂലി പോലെയോ എന്തെങ്കിലും ഡൊണേഷൻ പോലെ കൊടുക്കുകയാണെങ്കിൽ കമ്പനിയിലെ ആളുകൾ എന്ത് ചെയ്യും, ആ ആളെ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ ഒരു ഉദ്യോഗസ്ഥനാക്കി മാറ്റും. അയാൾക്ക് അവിടെ ഇവിടെ നിന്ന് എന്താണ്, പ്രൈവറ്റ് ട്രേഡ് വഴിക്കും അല്ലാതെയൊക്കെ ഇഷ്ടം പോലെ എന്ത് ചെയ്യാൻ പറ്റും, കാശ് സമ്പാദിക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിയാണ് തുടർന്നിരുന്നത്. ഇത് മാറ്റിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അവരെന്തിനു ശ്രമിക്കുകയാണ്, ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്നില്ലേ, അതുപോലെ ഒരു പരീക്ഷ നടത്തിയിട്ട് സിവിൽ സർവീസുകാരെ തിരഞ്ഞെടുക്കുന്നതിനും ഈ പരീക്ഷയിൽ ഇന്ത്യക്കാർക്ക് എന്താണ് ഈ ഓപ്പൺ കോമ്പറ്റീഷൻ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇന്ത്യക്കാർ അത്രയും കാലം ഇല്ല അതിൽ. അപ്പൊ ഇന്ത്യക്കാർക്ക് കൂടി ഈ ഓപ്പൺ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ഒരു അവകാശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ വളരെ രൂക്ഷമായ എതിർപ്പുകൾ വന്നതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്, ഇത് ഈ സമയത്ത് നടപ്പിലാകുന്നില്ല, അത് അടുത്ത ആക്ടിൽ എന്ത് ചെയ്യുന്നുള്ളൂ, നടപ്പിലാകുന്നുള്ളൂ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പൊ 833 എന്തൊക്കെ നടക്കുന്നു, ആദ്യമായി കംപ്ലീഷൻ ഓഫ് സെൻട്രലൈസേഷൻ, ഈ ഒരു അധികാര കേന്ദ്രീകരണം എന്നുള്ളത്, അധികാര കേന്ദ്രീകരണം എന്നുള്ളത് എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ് ആയി മാറുന്നു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ വില്യം ബെനഡിക്റ്റ് അധികാരത്തിൽ വരുന്നു. ആദ്യമായിട്ട് ബോംബെയുടെയും മദ്രാസിന്റെയും അധികാരങ്ങൾ ഡിപ്രൈവ് ചെയ്യപ്പെടുന്നു. അതാണല്ലോ സെൻട്രലൈസേഷൻ. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു നേതാവ്, സെൻട്രലൈസേഷൻ. ഇതിനൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്, കമ്പനി ഒരു പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി ആകുന്നു. ഓർത്ത് വെക്കുക, കൊമേഴ്ഷ്യൽ ഫാക്ടറികൾ മാറ്റി ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്താൻ വേണ്ടിയുള്ള ബോഡിയായിട്ട് മാറുന്നു. ഒപ്പം തന്നെ ഇന്ത്യക്കാർക്ക് ഓപ്പൺ കോമ്പറ്റീഷൻ പ്രകാരം സിവിൽ സർവീസിലേക്ക് കടക്കാനുള്ളൊരു ടേം കൊണ്ടുവരുന്നു. പക്ഷെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇത് നടപ്പിലാക്കപ്പെടുന്നില്ല. ഈ കാണുന്ന ചിത്രമാരുടേതാണ്, അത് വില്യം ബെൻഡിക്കിൻ്റെയാണെന്ന് കൃത്യമായിട്ട് ആലോചിക്കുക. ഇനി നമ്മൾ അവസാന ഭാഗത്ത് ഈ ക്ലാസ്സിൻ്റെ എത്തുകയാണ്. എന്താണത്, 1853 ചാർട്ടർ ആക്ട്. നിങ്ങൾ നോക്കൂ, എല്ലാം 20 വർഷമാണ് അല്ലേ. 813 നടന്നു, 20 വർഷം കഴിഞ്ഞിട്ട് 33 നടന്നു, ഇനി ഒരു 20 വർഷം കഴിഞ്ഞിട്ട് എവിടെയാണ്, 53 നടക്കുന്നു. ഇതിനു മുമ്പോ 1793 ഇതിനു മുമ്പുള്ളത് ഉണ്ടായിരുന്നത് അല്ലെ. അപ്പൊ കൃത്യം 20 വർഷത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ചാർട്ടർ ആക്ട് 1853 ഈ 20 വർഷം എന്നുള്ള ടേം വെക്കുന്നില്ല. മനസ്സിലായോ നിങ്ങൾക്ക്? ചാർട്ടർ ആക്ട് 1853 20 വർഷം എന്നുള്ള ടൈം ആദ്യമായി അവർ ഒഴിവാക്കുകയാണ്. എന്ത് പറയുകയാണ്, ബ്രിട്ടീഷ് രാജ്ഞിക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായി നിങ്ങൾക്ക് അവിടെ ഭരിക്കാമെന്ന് പറയുകയാണ്. അതായത് അവർക്ക് തോന്നുകയാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് അവരുടെ നിന്ന്, കമ്പനിയിൽ നിന്നും എടുത്തു മാറ്റാം ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്ന് കൃത്യമായൊരു സൂചന കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലായോ? 20 വർഷം എന്നുള്ളൊരു ടേം ഇതിൽ വെക്കുന്നില്ല. ഇനി പ്രത്യേകത എന്തൊക്കെയാണ്?
ഫൈനൽ ചാർട്ടർ ആക്ട്. അവസാനത്തെ ചാർട്ടർ ആക്ട് ആണ് കൊടുക്കുന്നത്. കാരണം എന്താണ്? 53 ഇത് നടക്കുന്നു. ശേഷം തൊട്ടടുത്ത ആക്ടിൽ എന്താ ചെയ്യുന്നത്? ബ്രിട്ടീഷ് ക്രൗൺ എന്ത് ചെയ്യുകയാണ്? അധികാരം കമ്പനിയിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ്. അതോടുകൂടി എന്ത് സംഭവിക്കും? കമ്പനിക്ക് ഇനി ചാർട്ടർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ കച്ചവടം നടത്താൻ? കാരണം ഇനി കമ്പനി അവിടെ എന്താണ് റോളിലേ ഇല്ല. ബ്രിട്ടീഷ് ക്രൗൺ ആണ് ഇനി കാര്യങ്ങൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ അവസാനത്തെ ചാർട്ടർ ആക്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ 1853 എങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റും? ഇത് കഴിഞ്ഞാൽ 1857 എന്ത് നടക്കുന്നുണ്ട്? ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നുണ്ട്. അധികാരം ബ്രിട്ടീഷ് ക്രൗണ് പിടിച്ചെടുക്കുന്നുണ്ട്. ഇനി അടുത്തത് നോക്കൂ. ആദ്യമായിട്ട് നമ്മൾ കണ്ടിരുന്നു അല്ലേ, എന്തുണ്ട്? ഗവർണർ ജനറലിന്റെ ഒരു കൗൺസിൽ ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൗൺസിൽ എന്ത് ചെയ്യുമായിരുന്നു? നിയമങ്ങൾ ഉണ്ടാക്കലും അവരാണ്, എക്സിക്യൂട്ടീവ് പരിപാടികൾ അവരാണ്, ഇങ്ങനെയൊക്കെ നടക്കണമായിരുന്നു. പക്ഷെ ഇതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യുകയാണ്? ഒരു 6 പേരെ എന്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്? ഉള്ള ഒരു സഭ, ഒരു ചെറിയൊരു സമിതി ഉണ്ടാക്കുകയാണ്. ഈ 6 പേരെ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഈ 6 പേരെ കൊണ്ടുവരുന്നത് ലെജിസ്ലേറ്റീവ് പർപ്പസുകൾക്ക്, നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ലെജിസ്ലേഷനും എക്സിക്യൂട്ടീവും എന്താക്കി മാറ്റുകയാണ്? രണ്ടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇനി ലെജിസ്ലേറ്റീവ് പർപ്പസ് ആര് നടത്തും? ഈ 6 പേര് ചേർന്നിട്ടുള്ള ഈ ഒരു കമ്മിറ്റി നടത്തും. ആ കൗൺസിലിനെ എന്ത് പേരിൽ വിളിക്കപ്പെട്ടു? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന് അറിയപ്പെട്ടു. വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത് ചാർട്ടർ ആക്ട് 1853. 6 പേരാണ് ആദ്യം എന്തുണ്ടായിരുന്നത്? ഇതിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്ത് നടന്നിരിക്കുന്നു? സെപ്പറേഷൻ ഓഫ് പവർ. ലെജിസ്ലേറ്റീവ് പർപ്പസുകൾ വേറെ എന്നായിട്ടും എക്സിക്യൂട്ടീവ് പവറുകൾ വേറെ എന്നും ആക്കിയിട്ട് എന്ത് ചെയ്തു? സെപ്പറേഷൻ ഓഫ് പവർ നടന്നിരിക്കുന്നു. സെപ്പറേഷൻ ഓഫ് ദീസ് 2 ഫങ്ഷൻസ് നടന്നിരിക്കുന്നു. അതും എന്താണ്? അധികാരം എന്ത് ചെയ്യുകയാണ്? കൃത്യമായിട്ട് നോക്കി നടത്തുകയാണ് അല്ലെ. ഈ ലെജിസ്ലേഷൻ നടത്തുന്ന ആൾ തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യാൻ പറ്റുമോ? പാടില്ല. എന്ത് ചെയ്യണം? അവയിൽ കൃത്യമായിട്ടുള്ള വിഭജനങ്ങൾ വേണം എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ആലോചിക്കുക. ശേഷം നേരത്തെ ഇതിന് തൊട്ടു മുമ്പ് ഒരു കാര്യം നടത്താൻ ശ്രമിച്ചിരുന്നു. എന്തായിരുന്നു അത്? ഓപ്പൺ കോമ്പറ്റീഷൻ ഫോർ സിവിൽ സർവീസസ്. അപ്പൊ നടന്നിരുന്നോ? അത് നടന്നിരുന്നോ? നടന്നിരുന്നില്ല. കാരണം വലിയ എതിർപ്പായിരുന്നു. പക്ഷേ 53 ആക്ട് കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഇവര് ഈ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ നടപ്പിലാക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള കമ്മിറ്റി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഏത് കമ്മിറ്റിയാണ്? മെക്കോളെ കമ്മിറ്റി. 53 ആക്ട് വരുന്നു. 54 മെക്കോളെ കമ്മിറ്റി എന്ത് ചെയ്യുകയാണ്? രൂപീകരിക്കുകയാണ്. ഇന്ത്യയുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും അധികം നിങ്ങൾ ആലോചിക്കേണ്ട കമ്മിറ്റിയാണ് ഏത്? മെക്കോളെ കമ്മിറ്റി. ഇതിനെ സംബന്ധിച്ച കാര്യങ്ങൾ തീരുമാനിച്ച് കൃത്യമായ നിർദ്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മെക്കോളെ കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നു. ഏത് ആക്ട് പ്രകാരം? ചാർട്ടർ ആക്ട് 1853. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ആക്ടിൽ എന്ത് ചെയ്യുന്നില്ല? കൃത്യമായി സ്പെസിഫൈ ചെയ്യുന്നില്ല. എന്ത്? കമ്പനി എത്ര കാലം കൂടി ഈ കച്ചവടം തുടരുമെന്നുള്ളത് കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്നില്ല. അതിനൊപ്പം തന്നെ ആദ്യമായിട്ട് നമ്മൾ ചില പ്രൊവിൻസുകൾ പറഞ്ഞിരുന്നു അല്ലേ? ഏതാണ്? മദ്രാസ്, അതുപോലെ തന്നെ ബോംബെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് പറഞ്ഞിരുന്നു? പ്രൊവിൻസുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ നമ്മൾ 6 ആളുകളെ എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ഈ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഇതിൽ 4 പേര്, ഈ 6 പേരിൽ 4 പേരിനി എവിടെ നിന്നായിരിക്കും? ലോക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. അതായത് എവിടെ നിന്നുള്ള ആളുകൾ? മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര. ഏതൊക്കെയാണ്? മദ്രാസ്, ബോംബെ, ബംഗാൾ, ആഗ്ര എന്നീ പ്രദേശങ്ങളിൽ നിന്ന്, ലോക്കൽ ആയിട്ടുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള എന്താണ്? ബ്രിട്ടീഷ് റെപ്രസെൻറ്റേറ്റീവ്സ് ഏതിൽ വരും? ഈ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരും. അതായത് ആ ഭാഗങ്ങളിൽ നിന്നുകൂടിയുള്ള ചിന്തകളും ആശയങ്ങളും ഉൾപ്പെടുന്ന രീതിയിൽ എന്ത് ചെയ്യുക? നിയമനിർമ്മാണം നടത്തുക എന്നുള്ള രീതിയിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ സ്ട്രക്ചർ എന്ത് ചെയ്യുകയാണ്? ഇവര് തീരുമാനിക്കുകയാണ്. അപ്പൊ ആദ്യമായി ലോക്കൽ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണ്, ഏതിലാണ് വന്നത് എന്ന് ചോദിച്ചാൽ അത് ചാർട്ടർ ആക്ട് ഓഫ് 1853 എന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, 1853 എന്തൊക്കെ സംഭവിക്കുകയാണ്? അവര് കൃത്യമായി ഇനി നിങ്ങൾക്ക് 20 കൊല്ലം എന്ന് പറയുന്നില്ല. ഓപ്പൺ കോമ്പറ്റീഷൻ വരുന്നു. ഇതിന് തൊട്ടു മുമ്പത്തെ ആക്ടിൽ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യം ഇവരിവിടെ നടപ്പിലാക്കുന്നു. മെക്കോളെ കമ്മിറ്റി എന്ത് ചെയ്യുന്നു? നിയമിക്കപ്പെടുന്നു. അതുപോലെ തന്നെ എന്ത് സംഭവിക്കുന്നു? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അഥവാ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ ആരംഭം ഇവിടെ കാണുന്നു. 6 പേര്, അതിൽ 4 പേര് ലോക്കൽ ആയിട്ടുള്ള പ്രൊവിൻസുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായി ലോക്കൽ റെപ്രസെന്റേഷൻ കൊണ്ടുവന്ന ആക്ട് ഇതാണ് എന്ന് നമ്മൾ അറിയപ്പെടുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? കൃത്യമായി കമ്പനിക്കുണ്ടായിരുന്നുള്ള പരമാധികാരങ്ങളിൽ കൃത്യമായി കൈകടത്തിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് തങ്ങളുടെ ഒരു അധികാരമോടെ സ്ഥാപിച്ചിരിക്കുന്നു. ഇനി ബ്രിട്ടീഷ് ഗവൺമെന്റിന് എന്താണ് വേണ്ടിയിരുന്നത്? ഒരു കാരണമായിരുന്നു വേണ്ടിയിരുന്നത്. ഒരു ഫൈനൽ കാരണം കിട്ടിയാൽ അവസാനമായിട്ട് എന്ത് ചെയ്യാം? കമ്പനിയിൽ നിന്നും ഈ അധികാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡയറക്ട്ലി ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് പിടിച്ചെടുക്കാം.
ആ കാരണം ഏത് വർഷം ലഭിക്കുകയാണ്? 1857 ഇന്ത്യയിലെ ജനത ഒന്നായിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പേരിൽ എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ ഒന്നിച്ചു നിന്ന് ആദ്യത്തെ വിപ്ലവം നടത്തുകയാണ്. ഈ 1857 വിപ്ലവം ശക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള ഒരു വികാരമായി മാറുകയും ബ്രിട്ടീഷുകാരുടെ അവിടുത്തെ ഭരണത്തിനെ തന്നെ ഒരു നിമിഷം എന്ത് ചെയ്യുന്നുണ്ട്? വെല്ലുവിളിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉയരുന്നുണ്ട്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം, ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടക്കുന്നതോട് കൂടിയിട്ട് കമ്പനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ഒരു കഴിവ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റ് കമ്പനിയുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഇതിനുശേഷമാണ് നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന സെക്കൻഡ് ഫേസ് ആരംഭിക്കുന്നത്. അതെന്താണ്? ബ്രിട്ടീഷ് ക്രൗണിന്റെ റൂള്. ബ്രിട്ടീഷ് ക്രൗണിന്റെ അടിയിലുള്ള നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന വരെയുള്ള 1858 മുതൽ തുടങ്ങിയിട്ട് 1947 വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇനി ഒരു കാര്യം കൂടി പറയാൻ പോവുകയാണ്. എന്താണത്? മോഡൽ ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞിരുന്നു എല്ലാ ക്ലാസ്സുകൾക്ക് അവസാനവും നിങ്ങൾക്ക് എന്ത് തരുന്നതായിരിക്കും? എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ ഇത് വെച്ച് അവർ സ്ട്രക്ചർ ചെയ്യാറുള്ളത്? സാധാരണ രീതിയിലുള്ള ഏതെങ്കിലും വർഷം ചോദിച്ചുകൊണ്ടോ പേര് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കരുതെന്ന് നിങ്ങൾക്കറിയാം. 2019 UPSC സിവിൽ സർവീസിൽ വന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് ദ ചാർട്ടർ ആക്ട് ഓഫ് 1813. 1813 ചാർട്ടർ ആക്ടിനെ കുറിച്ച് സംബന്ധിച്ച ചില പരാമർശങ്ങളാണ്, ശ്രദ്ധിക്കുക എന്ന് പറയുകയാണ്. എന്തൊക്കെയാണ് അതിലെ സ്റ്റേറ്റ്മെന്റുകൾ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കൂ. ഇറ്റ് എൻഡഡ് ദ ട്രേഡ് മോണോപോളി ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ എക്സെപ്റ്റ് ഫോർ ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. നമ്മളത് കണ്ടിരുന്നു അല്ലെ? 1813 ട്രേഡ് മോണോപോളി അവസാനിക്കുന്നുണ്ട്. പക്ഷെ എന്ത് മാത്രം തുടരുന്നുണ്ട്? അപ്പോഴും തേയില കച്ചവടവും ചൈനയുമായിട്ടുള്ള കച്ചവടവും അപ്പോഴും എന്താണ്? ഇവരുടെ മോണോപോളി ആയിട്ട് തുടരുന്നുണ്ട്. ഇനി ഇറ്റ് അസേർട്ടഡ് ദ സോവറിനിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ദി ഇന്ത്യൻ ടെറിട്ടറീസ് ഹെൽഡ് ബൈ ദ കമ്പനി. ശരിയാണോ? തീർച്ചയായും ശരിയാണ്. നമ്മളവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു ബ്രിട്ടീഷ് ക്രൗൺ എന്താണ്? നമ്മളുടെ പൊസഷനാണ്, നമ്മളുടെ ടെറിട്ടറി ആണ് എന്ന് പറഞ്ഞിരുന്നു എന്ന് നമ്മളവിടെ പ്രത്യേകം പറഞ്ഞിരുന്നു. അടുത്തത് നോക്കൂ. ദ റവന്യൂസ് ഓഫ് ഇന്ത്യ വെർ നൗ കൺട്രോൾഡ് ബൈ ബ്രിട്ടീഷ് പാർലമെന്റ്. അത് ശരിയാണോ? ഇല്ല. ബ്രിട്ടീഷ് പാർലമെന്റ് അത് ഏറ്റെടുക്കാൻ ഇനിയും സമയമുണ്ട് അല്ലെ? ബ്രിട്ടീഷ് പാർലമെന്റ് അത് ഏറ്റെടുക്കാൻ പോകുന്നതേയുള്ളൂ. കാരണം എന്താണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് അതിനുശേഷമുള്ള സമയങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? അത്തരം സ്റ്റെപ്പുകളിലേക്ക് കടക്കുന്നത്. അതുകൊണ്ട് ഇതിൽ ഏതെല്ലാമാണ് ശരി? 1ഉം 2ഉമാണ് ശരി അല്ലെ? 1ഉം 2ഉമാണ് ശരി. അതുകൊണ്ട് ഏതായിരിക്കും ശരി? എ ഓപ്ഷൻ, 1 and 2 ഓൺലി എന്നതാണ് ഇതിലെ ശരിയുത്തരം. അപ്പം നിങ്ങൾ എന്ത് മനസ്സിലാക്കണം? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കാര്യങ്ങൾ മനസ്സിലാക്കുക. എനിക്കറിയാം ദീർഘമായിട്ടുള്ള ക്ലാസ് തന്നെയാണ്, പക്ഷേ നമ്മളുടെ പൊളിറ്റി നമ്മൾ മുഴുവൻ കവർ ചെയ്ത് തീർക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കട്ട് ഓഫ് ഏതാണ്ട് 77-നടുത്തായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. പൊളിറ്റിയും അഡ്മിനിസ്ട്രേഷനും ഒക്കെ കൂടിയിട്ട് ഏതാണ്ട് 30ഓളം ചോദ്യങ്ങളാണ് വരുന്നത്. അതായത് ഇതിൽ നിന്ന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വളരെയധികം എന്താണ് നിങ്ങൾ എന്തിനടുത്തേക്ക് നിങ്ങൾ വളരെയധികം യാത്ര ചെയ്യാൻ പോവുകയാണ്, കട്ട് ഓഫിൻ്റെ അടുത്തേക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പഠിക്കാനുണ്ട്. പക്ഷേ നിങ്ങൾ ഒരുമിച്ചൊപ്പം നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? ഈ ഒരു സ്ട്രക്ചറിൽ കൃത്യമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒന്നുകൂടി കാര്യങ്ങൾ വിശദീകരിച്ച് മോഡൽ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരു തവണ കേൾക്കുന്നതോട് കൂടിയിട്ട് ഒരു കഥയുടെ ഏതാണ്ട് അർത്ഥമൊക്കെ കിട്ടും. പക്ഷേ എന്ത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്? റിവിഷൻ നടത്തുക. കൃത്യമായിട്ട് എഗെയിൻ കേൾക്കുക, നോട്ട് ഡൗൺ ചെയ്യുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക? റിവിഷൻ നടത്തുക. നിങ്ങൾക്ക് എന്ത് സാധിക്കും? തീർച്ചയായിട്ടും കാര്യങ്ങൾ കൺസെപ്ച്വലായിട്ട് നിങ്ങൾക്ക് സമീപിക്കാൻ സാധിക്കും. നമുക്ക് അടുത്ത ഫേസിലെ ചർച്ചയുമായിട്ട് എന്ത് ചെയ്യാം? ഇനിയുള്ള ക്ലാസ്സിൽ കണ്ടുമുട്ടാം. ഇതുവരെ കേട്ടിരുന്നതിന് വളരെയധികം നന്ദി.